കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിന്നാളിനായി. നിൻ വരവിൻ ഭാഗ്യമോർത്താൽ ആനന്ദമെന്താനന്ദം. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനെ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. എന്നു മേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ മുത്തിടാൻ. കർത്താവിന് സ്തോത്രം. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കർത്താവിൽ സ്നേഹവന്ദനം. നമ്മളുടെ തിരുവചന പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കട്ടെ. നമ്മൾ ഈ വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം പഠിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം, കർത്താവിന്റെ വരവിൽ നമ്മിൽ ആരും കൈവിടപ്പെടരുത്, നാം എല്ലാവരും എടുക്കപ്പെട്ടിരിക്കണം. അതിനാണ് നമ്മൾ ഇത്ര വളരെയധികം രൂഢമൂലമായും ഗൗരവത്തിൽ ഇത് പഠിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ വരവിൽ നാം രൂപാന്തരപ്പെടും, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അപ്പോൾ നാം ഇരിക്കുമ്പോൾ ഇരിപ്പിൽ നമ്മൾ രൂപാന്തരപ്പെടുമ്പോൾ ഓർത്തോളണം, ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ടൊരു അമ്മ ഇരിക്കുന്നു, ഒരു കുഞ്ഞിനെ കൊണ്ടൊരു അമ്മ ഇരിക്കുന്നു. അമ്മയും കുഞ്ഞും രൂപാന്തരപ്പെടുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ടല്ല, ആ കുഞ്ഞിന്റെ ശരീരത്തിന്റെ ആ ബോഡി സ്ട്രക്ചർ മാറും. ആ കുഞ്ഞും അമ്മയെപ്പോലെ തന്നെ രൂപാന്തരപ്പെടും. അല്ല സ്വർഗത്തിൽ കുഞ്ഞുങ്ങളും കൊച്ചുങ്ങളും ഒന്നുമില്ല. ആ കുഞ്ഞും രൂപാന്തരപ്പെടും, അതിന്റെ ശരീരവും രൂപാന്തരപ്പെടും. അങ്ങനെ നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ സ്വർണ്ണ കിരീടം ലഭിക്കുന്നു. 5-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. 5-ാം അധ്യായത്തിൽ കർത്താവായ യേശു യഹോവയായ ദൈവത്തിന്റെ കയ്യിൽ നിന്നും 7 മുദ്രയിട്ടുള്ള പുസ്തകം വാങ്ങുന്നു. 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ എതിർ ക്രിസ്തു ഈ ലോകം പിടിച്ചെടുക്കും. ആ ലോകം പിടിച്ചെടുക്കുന്ന എതിർ ക്രിസ്തു, ലോകത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ പഠിച്ചു, താറുമാറായി തകർന്നു കിടക്കുന്ന ലോകമാണ്. ആ ലോകത്തിൽ ആർക്കും പ്രവർത്തിക്കുവാൻ മേലാതിരിക്കുമ്പോൾ അല്പജീവൻ അവശേഷിക്കുന്ന 10 രാജ്യങ്ങൾ എന്ന് പറയുന്ന 10 കൊമ്പുകളാകുന്ന EEC സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇവൻ ലോകത്തിന്റെ ഭരണം പിടിച്ചെടുക്കും. അപ്പോൾ അവന്റെ വരവെ ഇതാണ് ഇന്നത്തെ വിഷയം. അത് വളരെ ഗൗരവമുള്ള ആഴമായ വിഷയമാണ്. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ ഇന്നലെ ചിന്തിച്ചു അവൻ എപ്പോൾ വരും. ഡാനിയേൽ 8:23 നമ്മൾ ചിന്തിച്ചതാണ്. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ. രണ്ടാമത് ചിന്തിച്ചു എവിടെ നിന്ന് വരും. ഡാനിയേൽ 7-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു 4 സാമ്രാജ്യം. ആ 4 സാമ്രാജ്യങ്ങളുടെ തുടർച്ചയാണ് റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത 10 രാജാക്കന്മാരാകുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. വളരെ പവറായിട്ട് നിൽക്കുമ്പോൾ അതിനിടയിൽ ആ 10 രാജ്യങ്ങളിൽ നിന്നല്ല, 10 കൊമ്പുകൾക്കിടയിൽ ഒരു ചെറിയ കൊമ്പ്, ഇൻ ബിറ്റ്വീൻ ദ ഹോൺസ്. അല്ലാതെ കൊമ്പിൽ നിന്നല്ല, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നല്ല. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്. ഇന്നലെ ഞാൻ പറഞ്ഞതാ, ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. ഇതിനിടയിൽ നിന്നാണല്ലാതെ അതിൽ നിന്നല്ല വരും. ആദ്യമേ നമ്മൾ ചിന്തിക്കാനും പോകുന്നതിലെ പറഞ്ഞു നിർത്തിയതാണ്. എപ്പോൾ കർത്താവായ യേശു നദിയിൽ മേൽ നിന്നുകൊണ്ട് ബാബിലോണിൽ പ്രവചനത്തിന്റെ സമാപ്തിയിൽ ദാനിയേലിനോട് പറഞ്ഞു, വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർക്കും. വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകരും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, വിശുദ്ധ ജനത്തിന്റെ ബലം തകരും. അപ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെടും. വെളിപ്പെടണമെങ്കിൽ സഭ എടുക്കപ്പെട്ടിരിക്കണം. ഇത് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. ഏതാണ് ഈ വിശുദ്ധ ജനം? നമുക്കറിയാം, ഇസ്രായേൽ. ഒരു വാക്യം കൂടെ വായിക്കാം, അതും ഒരു പ്രവചനമാണ്. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 ദിവസം ചവിട്ടുന്നു. അന്ന് ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, വിശുദ്ധ നഗരം എന്ന് പറയുന്ന ജെറുസലേം ജാതികൾ 3.5 വർഷമാകുന്ന 42 മാസം ചവിട്ടും. നടക്കുമെന്നല്ല, ചവിട്ടും. അപ്പോൾ യെരുസലേം എന്ന വിശുദ്ധ നഗരം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും പോകും.
ഈ രണ്ട് പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലിരിക്കട്ടെ. ഒന്ന്, അവരുടെ ബലം തകരും. രണ്ട്, അവരുടെ വിശുദ്ധ നഗരം എന്തു പറ്റും? അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോകും. അല്പം പുറകോട്ട് വരാണ്. ഏതാണ് ഈ ജനം? ഇസ്രായേൽ. ലോകത്തിനൊക്കെ ഇന്നൊരു തലവേദനയുള്ള വിഷയമാണ്. ഈ രാജ്യങ്ങളിലൊക്കെ അവരുടെ പേര് പറയുവാൻ പോലും അനുവാദമില്ല. നമുക്കറിയാം, ഇതൊരു പ്രൈവറ്റ് സിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഈ ജനം എന്തിനുണ്ടായി? ദൈവമക്കളെ, ഇത് സാത്താനോട് ദൈവം കണക്ക് തീർക്കുന്ന ഒരു പരിപാടിയാണ്. ഏദൻ തോട്ടം ഇറാഖിൽ, ബാബിലോൺ. ആ തോട്ടത്തിലാണ് സാത്താൻ പാമ്പിൽ കൂടി കയറി ഹവ്വായെയും ആദാമിനെയും ചതിച്ച് തേജസ് കളഞ്ഞത് നമുക്കറിയാം. അപ്പൊ കണക്ക് തീർക്കുന്ന കേട്ടോണം. അതേ ഇറാഖിൽ നിന്നും ദൈവം ഒരുത്തനെ വിളിച്ചു. സെയിം പ്ലേസ്. നിങ്ങളെല്ലാരും ഇവിടെ ഉണ്ടോ? ആ മറ്റേ വിളി ഒന്ന് ഓടിച്ചു വിട്ടേ. അതേ ഇറാഖിൽ നിന്നുമാണ്, അതുകൂടെ ശ്രദ്ധിച്ചോണം, മറ്റ് ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു തേരഹ്. ആരും പറയാതെ അവരൊരു ഇൻസ്പിറേഷൻ ഇറാഖ് വിട്ടു പോകണം. വീട്ടിൽ നിങ്ങൾ വായിച്ചോണം. 11-ാം അധ്യായം ഉൽപ്പത്തി അവസാനമായി പറയുന്നത്. ഇപ്പൊ എടുക്കണ്ട, വായിച്ചു. ആരും പറയാതെ ഒരു ഇൻസ്പിറേഷൻ നമുക്കിവിടെ വേണ്ട. അങ്ങനെ പോകുന്ന വഴി മരിച്ചു അബ്രഹാം. അന്നേരമാണ് അബ്രഹാം പറയുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അവിടുന്ന് 75 വയസ്സ് പ്രായമുള്ള ആ വ്യക്തിയെ വിളിച്ചുകൊണ്ടുവന്ന് 24 വർഷം ശരിക്കൊന്ന് നോക്കി. ശ്രദ്ധിച്ചോണേ, 75 വയസ്സുള്ള അബ്രഹാമിനെ അവിടുന്ന് വിളിച്ചു. എബ്രാഹിം എന്ന വാക്ക് വരാൻ കാരണം നദി നീന്തി കയറിയവൻ. അന്നത്തെ കാലത്താരും വലിയ നദികൾ നീന്തി കയറത്തില്ല, കയറാൻ പാടില്ല. ഇവൻ യൂഫ്രട്ടീസ് നദി നീന്തി അക്കരെ കയറി. നദി നീന്തി കയറിയവൻ എന്നാണ് എബ്രാഹിം. നദി നീന്തി കയറി കർത്താവ് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. 12-ാം അധ്യായത്തിൽ നോക്കിക്കോണം. അവന്റെ ആദ്യത്തെ പരിപാടി അത്തിമരം നട്ടതല്ല, മുന്തിരിച്ചെടി നട്ടതല്ല, ആടുമാടുകളെ വളർത്തിയതല്ല. അവന്റെ ആദ്യത്തെ പരിപാടി യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ഓരോ പോയിന്റ് ശ്രദ്ധിച്ചോണം. യഹോവയുടെ നാമത്തിൽ അവൻ ആരാധിച്ചപ്പോൾ അവനെ അറിയാം. നേരത്തെ അവന്റെ വല്യപ്പൻ നേരത്തെ ആരാധിച്ചത് നമുക്കറിയാം. നോഹ യാഗപീഠം പണിതാ. അവൻ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. 24 വർഷം ദൈവം അവനെ പരിശോധിച്ചു. 99-ാമത്തെ വയസ്സായപ്പോൾ അവനൊരു മകനെ നൽകി. 24 വർഷം പരിശോധിച്ചവൻ ദൈവം മുൻപാകെ വിശ്വസ്തനെന്നും മറ്റ് ദേവന്മാരുടെ പുറകെ പോകത്തില്ല എന്നും ഉറപ്പ് വരുത്തിയപ്പോൾ അവന്റെ ഭാര്യയായ സാറായുടെ ഗർഭപാത്രത്തെ സജീവമാക്കി ഒരു വാഗ്ദത്ത സന്തതിയെ നൽകി. എന്നിട്ടാണ് പരിച്ഛേദനയുടെ നിയമം കൊടുത്തു. അപ്പനും മകനും ഒറ്റ ദിവസം പരിച്ഛേദന. അവന്റെ സന്തതി പരമ്പരകളാണ് ആരെ എന്തിന് കണക്ക് തീർക്കുക സാത്താനോടെ. 1 2 ഒരു ബ്ലെയിമും അവൻ പറയരുത്. പിശാചിനെ കാലോറി കൊല്ലത്തില്ല, അവന്റെ തല ചതിക്കത്തേ ഉള്ളൂ. അവനെ തകർക്കുന്നത് നമ്മുടെ കാങ്കൽ അർമ്മഗത യുദ്ധം കഴിഞ്ഞ് അവനെ തകർക്കുന്നത്. അപ്പോൾ അവന്റെ തല തകർക്കാൻ ക്രൂശിൽ കയറുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ജനതയിൽ നിന്നും വചനം മാംസമായിരുന്നു എങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ നിന്നും യേശു ജനിച്ചിരുന്നെങ്കിൽ സാത്താൻ ക്ലെയിം ചെയ്യും, എന്റെ തല തകർക്കാൻ നിനക്ക് അവകാശമില്ല. എന്നെ സേവിക്കുന്ന, എന്നെ നമസ്കരിക്കുന്ന, എന്നെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ് നീ ജനിച്ചത്. അത് വരാതിരിക്കാൻ യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കി അവർക്ക് വ്യക്തമായ ചട്ടങ്ങളും കൽപ്പനകളും ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് എഴുതി കൊടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജനത്തിന്റെ ഇടയിൽ നിന്നും യേശു വന്നു. അപ്പോൾ യഹൂദനെ സൃഷ്ടിച്ചത് എന്റെ നിങ്ങളുടെ രക്ഷയ്ക്ക്. ആശയം മനസ്സിലാക്കിയവർ മാത്രം അത് കൈവെക്കണം. പരമപ്രധാനമായ ലക്ഷ്യം നമ്മളെ നേടാൻ, ലോകത്തെ നേടാൻ. അങ്ങനെ കർത്താവായ യേശു യഹൂദനായി ജനിച്ച് യഹൂദ മതപ്രകാരം പരിച്ഛേദന ഏറ്റ് ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് വന്നു. എന്നാൽ
എന്നെ നിങ്ങളെ നേടുവാൻ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇത് ക്രിസ്തു വരുന്ന ചരിത്രം പഠിക്കാൻ പോവുക. അങ്ങനെ കർത്താവ് ജനിച്ചു, പെന്തക്കോസ്താൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ലോകജാതികളാകുന്ന നമുക്കെല്ലാം രക്ഷയുടെ വാതിൽ തുറന്നു. അപ്പോൾ യഹൂദന്റെ മനസ്സ് കഠിനപ്പെട്ടു, അതൊരു കുറ്റിയായിട്ട് നിന്നു. എന്നാൽ ദൈവം ആ ജനത്തെ തള്ളിക്കളഞ്ഞില്ല. അടുത്തത് കേട്ടോണം. ഈ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർക്കുന്ന ചരിത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നു. കാലം മുന്നോട്ട് വന്നു. ആത്മീയ അന്ധതയിൽ അവർ ആ പഴയ ന്യായപ്രമാണത്തിൽ പിടിച്ചു നിന്നു. കർത്താവ് വന്നു, രക്ഷയുടെ മാർഗം കാണിച്ചു, മരിച്ചു, ഉയർത്തു, പരിശുദ്ധാത്മാവിനെ നൽകി, ദൈവസഭ ആരംഭിച്ചു. എന്നിട്ട് ഇവർക്ക് അനക്കമില്ല. എന്നാൽ ഇവരിങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കാലം അങ്ങോട്ട് മാറി. അവരുടെ ചരിത്രം പറയാൻ പോവുക. കർത്താവിന്റെ കാലത്ത് റോമൻ ഗവൺമെന്റിനെതിരായി യഹൂദന്മാർ വിപ്ലവം ഉണ്ടാക്കും. അത് നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ അടിച്ചമർത്താനും കാലാകാലങ്ങളിൽ ഗവർണർമാരെ അയക്കും. കർത്താവിന്റെ കാലത്ത് അയച്ച് ഗവർണറാണ് പൈലറ്റ് അഥവാ പിലാത്തോസ്. കർത്താവിന്റെ പ്രസംഗങ്ങളും എല്ലാം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മഹാപുരോഹിതന്മാരെ യേശുവിനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയപ്പം പറഞ്ഞത്, ഇത് നിങ്ങൾ പഠിച്ചോണം, ഞാൻ അടുത്ത വിഷയം പറയുമ്പോൾ ഇത് വീണ്ടും പറയാൻ സമയം നമുക്ക് ലാഭിക്കാപ്പോൾ. പീലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. താഴെ നിന്ന് മതഭ്രാന്തന്മാർ പറഞ്ഞ മറുപടി ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. എന്താ അവർ പറഞ്ഞെന്നറിയാവോ? അവന്റെ രക്തം ഞങ്ങളുടെ മേലും. പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, റോമൻ രീതിയാ, കൈകഴുകണം. താഴെ നിന്നവർ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ രക്തം നല്ല പറഞ്ഞത്, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വരട്ടെ. ദൈവമക്കളെ, ഇതാണ് ഇസ്രായേൽ എന്ന് പറ്റിയ കുഴപ്പം. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പറയും. എങ്കിലും ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങളെ ഇപ്പോൾ പറയുന്നില്ല, ഇസ്രായേലിന്റെ ചരിത്രം ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഇസ്രായേൽ കഠിനപ്പെട്ട് ഇപ്പോൾ ഇരിക്കുക. അതവിടെ നിൽക്കട്ടെ. ഇനിയും 2000 ഈ പറഞ്ഞ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ ബാക്കി ഇസ്രായേലിന്റെ ചരിത്രം നാളെയോ നാളെ കഴിഞ്ഞോ പറയും. എന്തിനാണെന്നറിയാവോ? കർത്താവ് വരുന്ന ടൈമിംഗ് പറയുമ്പോൾ. അപ്പൊ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഇപ്പം പറയാം. വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർക്കുമെന്ന് ദാനിയേലിൽ പറഞ്ഞതും യെരുശലേം അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോയെന്ന് പറഞ്ഞതും നമ്മൾ ചിന്തിക്കാൻ പോവുക. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ ആര് ഈ ലോകത്തിൽ അധികാരം പിടിച്ചെടുക്കും? ആരാ? നിങ്ങളിവിടെ ഇല്ല. മറ്റവനെ ഒന്ന് ഓടിച്ചോട്ടെ. ഈ യെരുശലേം യഹൂദന്റെ കയ്യിൽ കിട്ടുകയും അവരുടെ ബലം പോവുകയും ചെയ്യുമ്പോൾ ആര് ലോകം ഭരിക്കും? എതിർ ക്രിസ്തു. അതിന് മുമ്പ് എന്ത് സംഭവിക്കും? നമ്മളെങ്ങോട്ട് പോകും? മേലോട്ട്. അത് പഠിക്കാനാ. 2009 മാർച്ച് 17 ആരംഭം തുടങ്ങി. സൗദി അറേബ്യയിലെ റിയാദിൽ ലോകമെമ്പാടുമുള്ള മുഴുവൻ അറബികളുടെ ഒരു സമ്മേളനം നടന്നു. ചരിത്രത്തിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ സമ്മേളനത്തിന്റെ പേരാണ് അറബി ലീഗ് കോൺഫറൻസ്. മാർച്ച് 18 അവർ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിന്റെ പൊളിറ്റിക്കൽ നെയിമാണ് റിയാദ് പ്രമേയം. 2009 മാർച്ച് 18. ആ പ്രമേയത്തിന്റെ അറബി വാക്കിലാണ്, മലയാളം ഞാൻ പറയാം. യാതൊരു ഉപാധിയും കൂടാതെ ഇസ്രായേൽ യെരുശലേം, അതായത് 1967 അവർ പിടിച്ചെടുത്തതാ. യെരുശലേം കിഴക്ക് ഭാഗം PLOയ്ക്ക് വിട്ടുകൊടുത്തിരിക്കണം. റിക്വസ്റ്റ് അല്ല, ഡിമാൻഡ്. ഇതിങ്ങനെ വന്നപ്പോൾ ഇസ്രായേൽ പ്രതികരിച്ചത് കേൾക്കണമോ? PLO എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് സംഘടനയാ. അവരെ സഹായിക്കേണ്ട കാര്യമില്ല. അതൊരു ടെററിസ്റ്റ് ഗ്രൂപ്പാ. ഉടനെ ഇങ്ങോട്ട് മുന്നോട്ട് വരിക, കാലം മുന്നോട്ട് വരിക, കർത്താവിന്റെ വരവെടുത്തോ, നിങ്ങൾ നോക്കിക്കോണം. ഇതിങ്ങനെ പുകഞ്ഞ് 2011 സെപ്റ്റംബർ 24 ഇത് ടെററിസ്റ്റ് ഗ്രൂപ്പ് അല്ലെന്ന് തെളിയിക്കുവാൻ യുണൈറ്റഡ് നേഷൻസിൽ ഒരു അപ്ലിക്കേഷൻ, PLOയ്ക്ക് ഒരു രാഷ്ട്രം എന്ന പദവിയിൽ അംഗത്വം കൊടുക്കണം. സെപ്റ്റംബർ 25 ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് UN അസംബ്ലിയിൽ പരസ്യമായി പ്രസംഗിച്ചു, PLOയ്ക്ക് അംഗത്വം കൊടുത്തിരിക്കണം. അമേരിക്കയുടെ വീറ്റോ പവർ ഉപയോഗിച്ച് അമേരിക്ക വീറ്റോ ചെയ്തു. പ്രമേയം തള്ളിപ്പോയി. 2011 സെപ്റ്റംബർ നമ്മുടെ പ്രിയന്റെ വരവെടുത്തുകൊണ്ടിരിക്കുക. ഒക്ടോബർ
അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണെന്നറിയാൻ മേല എല്ലാ രാഷ്ട്രങ്ങളെ ക്യാൻവസ് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിന്റെ 16 പുത്രിക സംഘടനകളുണ്ട്. നമ്മൾ പറയത്തില്ലേ PYF, സഹോദരി സമാജം എന്ന് പറയുന്ന പോലെ 16 പുത്രിക സംഘടന. അതിൽ ഏറ്റവും സ്ട്രെങ്തൻ സംഘടനയാണ് യുനെസ്കോ. അതിൽ PLOയ്ക്ക് അംഗത്വം കിട്ടി. അമേരിക്ക ഞെട്ടി. 2011 നവംബറിൽ യുനെസ്കോയുടെ ആസ്ഥാനത്തെ PLOയുടെ കൊടി ഉയർന്നു. ഇതെല്ലാം ലക്ഷ്യം ജെറുസലേം. തീർന്നില്ല. 2012 വീണ്ടും നവംബർ. അവരുടെ ചരിത്രത്തിലെല്ലാം നവംബർ പ്രത്യേകത. വീണ്ടും ഒരു പ്രമേയം UN-ൽ PLOയ്ക്ക് വോട്ടവകാശമില്ലെങ്കിലും മെമ്പർഷിപ്പ് കൊടുക്കണം. 8 രാജ്യങ്ങൾ മാത്രം PLOയുടെ കൂടെ നിന്നു. അമേരിക്ക, കാനഡ, ചെക്കോസ്ലോവാക്യ, വേറെ 5 ദ്വീപുകൾ. ഇന്ത്യ ഉൾപ്പെടെ 137 രാജ്യം അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബറിൽ PLOയ്ക്ക് UN-ൽ അംഗത്വം കിട്ടി. ശ്രദ്ധിച്ചോണം. ഉടനെ PLOയുടെ പ്രസിഡന്റ് അഹമ്മദ് അബ്ബാസ് പറഞ്ഞ വാക്ക് കേട്ടോണം. ഞങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നു. ഞങ്ങളെന്ന ശിശു ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശിശുവിന് ജനിച്ചാൽ ശിശുവിന് കിടത്താൻ ഒരു തൊട്ടില് വേണം സ്ക്വാഡിൽ. അതാണ് ജെറുസലേം. സംഗതി വന്നത് കണ്ടോ? തീർന്നില്ല. സക്രിയ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യം കഴിഞ്ഞ ഡിസംബർ 2012 ഡിസംബറിൽ നിവൃത്തിയായി. വായിക്കാം. സക്രിയ 12:3. അന്നാളിൽ ഞാൻ യെരൂശലേമിലെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായ മുറിവേൽക്കും. അടുത്ത വാക്യം. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ. 2 പ്രവചനം ഒന്ന് ചേർത്ത് പഠിച്ച്. 2600 വർഷം മുമ്പ് കർത്താവായ യേശു ദാനിയേലിനോട് തീർത്തു പറഞ്ഞു, വിശുദ്ധ ജനത്തിന്റെ ബലം തകരും. നമ്മൾ വായിച്ചു ദാനിയേൽ 12:4. വിശുദ്ധ ജനത്തിന്റെ ബലം തകരും. സക്രിയാവ് 2600 വർഷം മുമ്പ് സക്രിയാവ് പറഞ്ഞു, സകല ജാതികളും അവർക്കെതിരായി വരും. ഡിസംബറിൽ വോട്ടിട്ടു. ലോകരാഷ്ട്രങ്ങൾ അതിശയിച്ചു പോയി. ആ വോട്ടിങ്ങിനകത്ത് അമേരിക്ക വിട്ടുനിന്നു. വീറ്റോയ്ക്കും വന്നില്ല, ഒന്നും വന്നില്ല. അവർ പുറകോട്ട് മാറി നിന്നു. ഇന്ത്യ ഉൾപ്പെടെ സകല രാജ്യങ്ങളും PLOയ്ക്കെതിരായി കരമുയർത്തിയപ്പോൾ, അവർ ഒറ്റപ്പെട്ടപ്പോൾ, ഈ പ്രവചനം നിറവേറിയ രാത്രിയിലാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അവർ ഒറ്റപ്പെട്ടു. അവർക്ക് ആരും സഹായമില്ലെന്ന് വരും. അപ്പോഴാണ് ഇവൻ സഹായിക്കാൻ പോകുന്നത്. ആരെ? ക്രിസ്റ്റ്. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദാനിയേൽ 9:27 വായിക്കാം. ദാനിയേൽ 9:27. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. അത് ഇംഗ്ലീഷിലാരെങ്കിലും ഉറക്കെ വായിക്കണം പ്ലീസ്. സംബഡി ഇൻ ലൗഡ് വോയിസ്. 9:27 ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ കേട്ടോളാം. യെസ്. ഇവിടെ മലയാളത്തിൽ നിയമം കഠിനമാക്കുമെന്ന അന്നത്തെ പരിഭാഷ. ഇവിടെ ആ കൊച്ചു വായിക്കുന്നത് കേട്ടോണം. He will confirm a covenant with many for 1-7. മതി 1-7. ഒരാഴ്ച എത്ര വർഷമാ? യെസ്, 7 വർഷം. ഒരാഴ്ച വട്ടത്തെ അവൻ പലരോടും ശക്തമായ ഉടമ്പടി ചെയ്യും. ആ ഒരാഴ്ചയാണ് മഹോപദ്രവം. നാം ഇവിടെ ഇല്ല, നാം സ്വർഗത്തിലാണ്. അവൻ ഒരാഴ്ച വട്ടത്തൊക്കെ പലരോടും ശക്തമായ ഉടമ്പടി ചെയ്യും. അത് 3 കൂട്ടരോട് ചെയ്യാനാണ് സാധ്യത. തിരുവചനം പഠിച്ചാൽ 1 ലോക ജനതയോടെ, 2 ഇസ്രയേലിനോട്, 3 ദുഃഖത്തോട് പറയുന്നു കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയോട്. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഡെവിളിക് ട്രിനിറ്റി, സാത്താൻ, ബീസ്റ്റ്, ഫോൾസ് പ്രോഫറ്റ്. ഇവര് 3 പേരും 3 ഓഫീസ് സ്ഥാപിക്കും. അതിൽ സാത്താന്റെ ഓഫീസ് ഇറാഖിൽ പഴയ ബാബിലോൺ
പട്ടണത്തിൽ തന്നെ ഇറാഖ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ പറഞ്ഞതാ, $50 കോടി ജപ്പാൻ റെഡിയാക്കിയിരിക്കുന്നത് പഴയ ബാബിലോൺ പട്ടണം പണിതെടുക്കാൻ. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്ന ട്രേഡ് ബാബിലോൺ അവിടെ ഉയരും. ലോകത്തിന്റെ ബിസിനസിന്റെ കേന്ദ്രം അവിടെ വരും. അതിനെ പ്രധാനമായി സാത്താൻ നിയന്ത്രിക്കും ലോകത്തെയും. ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഓഫീസ് യെറുസലേമിൽ സ്ഥാപിച്ച് പ്രധാനമായി ഇസ്രായേലിനെയും ലോകത്തെയും നിയന്ത്രിക്കും. അതായി പലരോട് ഉടമ്പടി. കള്ളപ്രവാചകൻ 7 മലമേൽ പണിതിരിക്കുന്ന ഒരൊറ്റ പട്ടണമേ ലോകത്തിലുള്ളൂ, അതാണ് റോം. വെളിപ്പാട് 17 കാണാം 7 മല, 7 പട്ടണം. റോമിൽ ഇരുന്നുകൊണ്ട് കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയെ കൺട്രോൾ ചെയ്യും. ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടത്തില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 10 യോഗ്യതയുണ്ടെങ്കിൽ മാത്രമേ മേലോട്ട് പോകത്തുള്ളൂ. വീണ്ടും ജനിക്കണം, വിശ്വാസ സ്നാനമേൽക്കണം, സ്വർഗത്തിലെ ക്ലെയിം ഉണ്ടാകണം, പുതിയ സൃഷ്ടിയാകണം, പരിശുദ്ധാത്മാവിൽ അഭിഷിക്തരാകണം, ആത്മാവിൽ ആരാധിക്കണം, കർത്താവിന് വേണ്ടി കാത്തിരിക്കണം, ദൈവമക്കളോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് കർത്തൃമേശയിൽ പങ്കെടുക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നിച്ചിരിക്കുന്നവരെ മാത്രമേ കർത്താവ് ചേർക്കത്തുള്ളൂ. അതാണ് ദൈവസഭ. നമ്മളെ ആരും നിങ്ങളെ ചതിക്കരുത്, വഞ്ചിക്കരുത്. കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരിയുണ്ട് ലോകത്തിൽ. സ്വർഗം നോക്കുന്നതല്ല, വചനപ്രകാരമുള്ള കോൺഗ്രിഗേഷൻ ഉണ്ടോ? അതാണ് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു. ഒരു സഭയ്ക്കെതിരായിട്ട് പ്രസംഗിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, ഒരു കോൺഗ്രിഗേഷനെതിരായിട്ടല്ല. പക്ഷെങ്കിൽ ദൈവസഭ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചതാ, കർത്താവിന്റെ സ്വകാര്യ സ്വത്ത്, യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ, അവരുടെ വിശുദ്ധി, അവരുടെ ആരാധന, അവരുടെ ജീവിത സ്റ്റൈല്, അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ കാണാം അവർ വിശുദ്ധരാണ്. അവരെ പോകത്തുള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ കിടക്കും. അത് വേറൊരു ഭാഷ പറയാം, അത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. അപ്പോൾ 2 മണവാട്ടികൾ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ ഒരേ സമയത്ത്. ഒന്ന് ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന സഭ, സത്യസഭ. 2 എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന ഹാർലറ്റ്. ഇപ്പൊ എല്ലാരും പറയും സത്യവാ സത്യവാ, ഞങ്ങളാ. വന്നു കഴിയുമ്പോ അറിയാം ആരെല്ലാം ഇവിടെ കാണുന്നു. അനേകരെ ഈ ക്രിസ്തീയ ജീവിത വചനത്തിന്റെ ബോർഡറിൽ കൂടെ പോയില്ലെങ്കിൽ കർത്താവ് അംഗീകരിക്കത്തില്ല. അങ്ങനെ ചെയ്യും. ഇനിയും ഇവൻ ഈ 3 കൂട്ടരോട് ഉടമ്പടി ചെയ്യും. ലോകം താറുമാറായി കിടക്കുക, തകർന്നു കിടക്കുന്ന ലോകം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവൻ എവിടുന്ന് വരും? അതാ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരിക. ഇതാരാ? എന്തെല്ലാം നിങ്ങളുടെ ചെവിയിലും എന്റെ ചെവിയിലും വരുന്നുണ്ടല്ലേ? എത്രയോ മതനേതാക്കന്മാരുടെ പേര് കേൾക്കാം, എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് പറഞ്ഞു കേൾക്കും. ഇതാരാന്ന് കേട്ടോണം. 1 ക്രൈസ്റ്റ്, ആന്റി ക്രൈസ്റ്റ്. എഴുതുന്നവർ ഓർത്തോണം, ക്രിസ്തു ആന്റി എന്ന് പറഞ്ഞാൽ നേരെ എതിരെ, അതാണ് എതിർ ക്രിസ്തു. അന്തിക്രിസ്തു എന്നൊരു വാക്ക് മലയാളത്തിലില്ല, ബൈബിളിലില്ല. അതൊരു നാടൻ വാക്കെന്നേ ഉള്ളു, പറയുന്നതിന് തെറ്റൊന്നുമില്ല. അതൊരു നാടൻ വാക്കാണ്. ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു വാക്കില്ല. എതിർ ക്രിസ്തു, അതാണ് വാക്ക്. ഒന്ന് വായിച്ചു. 1 യോഹന്നാൻ 2:18 ഒന്ന് വായിച്ചു. 2:16 മുതൽ ഒന്ന് വായിച്ചു. 2:16 മുതൽ 1 യോഹന്നാൻ പ്രിയമുള്ളവരെ 2:18. എതിർ ക്രിസ്തു 1 യോഹന്നാൻ 4:3 നോക്കിക്കേ. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിനുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ. അതെ, എതിർ ക്രിസ്തു. ഇതെല്ലാം എതിർ ക്രിസ്തു. ഇനിയും നിങ്ങൾ നോട്ട് ചെയ്യുന്നവരാണ് പറയാം. ക്രിസ്തു, എതിർ ക്രിസ്തു. 10 കാര്യങ്ങൾ ഞാൻ പറയാം ക്രിസ്തുവിനെതിരാ. അത് എഴുതുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ എഴുതണം. പേപ്പറിന്റെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ എഴുതേ ക്രൈസ്റ്റ്, ഇവിടെ എഴുതിക്കോണം ആന്റി ക്രൈസ്റ്റ്. അങ്ങനെ എഴുതി 10 കാര്യങ്ങൾ എഴുതിക്കോണം. 1 ക്രിസ്തു. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം. യോഹന്നാൻ 6:51 വായിക്കണം. വായിക്കണേ ആരെങ്കിലും ഒന്ന് വായിക്കണേ, സൗകര്യമാരും.
വന്ന ആ. ജീവനുള്ള അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം. കർത്താവ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഐ ആം ദ ലിവിങ് ബ്രെഡ്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. ഇനി അതിനെതിരെ കേട്ടോണം, ഇവനും സ്വർഗത്തിൽ നിന്നാ. ആരാ? ആന്റി ക്രൈസ്റ്റും സ്വർഗത്തിൽ നിന്നാ. പക്ഷെ വന്നതല്ല, ഇറക്കി വിട്ടതാ. എഗസ്കേൽ 28:16 വായിക്കാം. എഗസ്കേൽ 28:16 എന്ന് വായിച്ച്. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അടുത്തത്, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അവനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. കർത്താവ് വന്നു. വ്യത്യാസം നോക്കണം. ആക്ഷൻ. ഒന്ന് വന്നു, മറ്റവനെ ഇറക്കി വിട്ടു. ഇന്ന് 2 യോഹന്നാൻ 5:31 വായിച്ച്. ജോൺ 5:30. എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. അടുത്തത്, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ 2 ഇഷ്ടമല്ല. പിതാവ് അയച്ചു. ക്രൈസ്റ്റ് സെന്റ് ബൈ ഗോഡ്. എന്തിനയച്ചു? വെറുതെ വായിച്ചു വരാനല്ല പറഞ്ഞേ. ഒരു കമ്മീഷൻ കൊടുത്തു വിട്ടു. മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കാൻ നീ യാഗമാകണം. ആർ നമുക്ക് വേണ്ടി പോകും? അടിയനിതാ, അടിയനെ അയക്കണമേ. 2 പിതാവ് പുത്രനെ അയച്ചു. നമ്മളൊരാളെ അയക്കും. എന്നെ കളക്ട് ചെയ്യാൻ റജി ബ്രദറിനെ ദൈവദാസൻ 4-5 ദിവസങ്ങളിൽ അയച്ചു. കർത്താവിന്റെ ദാസന്റെ നിർദ്ദേശപ്രകാരം റജി ബ്രദർ വന്നതാ. എന്നെ കളക്ട് ചെയ്യാൻ അദ്ദേഹം അയച്ചതാ. പുത്രനെ പിതാവ് അയച്ചതാ, എന്റെയും നിങ്ങളുടെയും സകല മനുഷ്യവർഗത്തിന്റെയും പാപം പരിഹരിക്കാൻ. ഇവനെയോ വായിക്കാം. എഗസ്കേൽ 28:17 വായിച്ചാട്ടെ. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. നോക്കിക്കേ, പുത്രനെ പിതാവ് അയച്ചു, ഇവനെ പെടലേക്ക് പിടിച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞ് താഴെ തള്ളിയിട്ടു. വ്യത്യാസം മനസ്സിലാക്കിക്കോണം, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ. 3 ക്രൈസ്റ്റ്. യോഹന്നാൻ 5:43 എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. അതാ കർത്താവ്. ഇവനോ അതിന് നേരെ എതിരെ അതേ വാക്യം തന്നെ. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ. കർത്താവ് പിതാവിന്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കർത്താവ് പറയുന്ന അറിയാം. പിതാവിനെയാ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു. ഇങ്ങനെ പറയുന്നു. പിതാവിന്റെ നാമത്തിൽ, ഇവൻ സ്വന്തം നാമത്തിൽ. എത്ര കാര്യം നിങ്ങൾ എഴുതി? 3. 4 കർത്താവ് തന്നെത്താൻ താഴ്ത്തി. ഫിലിപ്പിയർ 2:7. ഇവനോ അവൻ ദൈവരൂപത്തിൽ മതി. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി. ഇവനോ 2 തെസ്സലോനിയർ 2:4 ഏത് ദേവനും മേലെ തന്നെത്താൻ ഉയർത്തു. അവൻ ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ചു. ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തും. 5 യേശുവിനെ പിതാവ് ഉയർത്തി. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി, എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. ഭൂലോകരുടെയും സർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ അവന്റെ മുമ്പിൽ മടങ്ങും. ഫിലിപ്പിയർ 2:8. ഇവനെ വെളിപ്പാട് 20:11 കാണാം. ഗന്ധകം കത്തുന്ന പൊയ്യയിൽ തള്ളും. എത്ര കാര്യം നിങ്ങൾ എഴുതി? 5. 6 കർത്താവ് വന്നത് കേട്ടോണം. 1-2 കാര്യം. 1 അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നു. യോഹന്നാൻ 10:10 ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും കർത്താവ് വന്നു. ഇവനോ അതേ വാക്യം, മോട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ? മോട്ടിക്കാൻ, അറക്കാൻ, മുടിക്കാൻ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചോണം. മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ടേ. അവന്റെ പണി വിശുദ്ധി മോട്ടിക്കുക, സമാധാനം അറക്കുക, സ്വസ്ഥതയുള്ള ജീവിതം മുടിക്കുക. ഇതാണ് ഇന്ന് അവൻ ലോകത്തിൽ ചെയ്യുന്നത്. കർത്താവ് എന്ന ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും, അബണ്ടന്റ് ലൈഫ്. നേരെ ഓപ്പോസിറ്റ് അവൻ. വിശുദ്ധി മോട്ടിക്കും. ലോകത്തിൽ നിന്ന് വിശുദ്ധി തകർന്നു. ഇല്ലേ, സമാധാനമില്ല, സ്വസ്ഥത. ഇതാണ് അവന് പണി. അടുത്തത് 7 കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യോഹന്നാൻ
14:27. ഇവന്റെ അധികാരം ഇവനെടുക്കുമ്പോൾ കുഞ്ഞാട് 1-ാമത്തെ മുദ്ര പൊട്ടിക്കും. വെളിപ്പാട് 6. അത് കഴിഞ്ഞ ഉടനെ കേട്ടോണം, ഇവൻ അധികാരം കിട്ടുമ്പോൾ ഇവൻ ആദ്യം നടത്തുന്ന ഭരണപരിഷ്കാരം നേരെ എതിരാ. സമാധാനം എടുത്ത് കളയും. വെളിപ്പാട് 6:3. ഹി വിൽ ടേക്ക് ഓഫ് ദ പീസ്. മേലാൽ സമാധാനം പാടില്ല. നേരെ എതിരെ. നമ്മളിവിടെ ജീവിക്കുന്ന ഈ പ്രശ്നം നിറഞ്ഞ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനത്തിലാ. അതാണ് ഈ ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിലുള്ള സമാധാനത്തിന്റെ പേര് പണത്തിന്റെ സമാധാനമല്ല, അറിവിന്റെ സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. അത് ജീവിതത്തിൽ ഉടനീളം നമുക്കത് കിട്ടും. പ്രശ്നം വരും, പ്രതികൂലം വരും, പോരാട്ടം വരും. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ കൃപയിലാണോ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇവൻ സമാധാനം എടുത്തു കളയും. 8. കർത്താവെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. 5 അപ്പം കൊണ്ട് എത്ര പേരെ പോഷിപ്പിച്ചു? 5000. എന്നിട്ട് മിച്ചം വല്ലതും ഉണ്ടോ? ഇല്ല. എത്ര കൊട്ട? എന്തിനായിരിക്കും കൊടുത്തത്? അത്താഴത്തിനോ? എന്തിനായിരിക്കും ഇത് കൊടുത്തത്? പറ, കുഞ്ഞുങ്ങൾ പറ. വലിയവരല്ല, കുഞ്ഞുങ്ങൾ പറ. എന്തിനാ കൊടുത്തത്? ഒരു ശിഷ്യൻ എന്നതാ പറഞ്ഞത്? ജനത്തിനെല്ലാം വിശക്കുന്നു, പറഞ്ഞു വിടണം. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങളവർക്ക്. അവന്റെ ആദി വന്നു പോയി. അവന് ഗ്യാസ് കയറി. ഒന്നാമത് വിശന്നിരിക്കുക. അവൻ എവിടെയെങ്കിലും പോയി കഴിക്കണം. അന്നേരം പറയാ, ഇതിനല്ല നീ കഴിക്കാൻ കൊടുക്കാൻ. പുള്ളിയോ, ഞാൻ 100-200 രൂപയ്ക്ക് മേടിച്ച തികയുവോ? എന്നാ ഞാനൊരു പണി കാണിക്കാന്ന് പറഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. എത്ര കൊട്ട ബാലൻസ്? എത്ര? സൂക്ഷ്മമാണോ? അതെ. എത്ര ശിഷ്യന്മാരാ? കൊട്ട എത്ര ബാലൻസ്? യോഗം കഴിഞ്ഞു പോകുമ്പോ ഓരോ അപ്പോസ്തലന്റെ തലയിൽ ഓരോ നറകൊട്ട. abundant blessing. ഇവനോ എല്ലാത്തിനും അവൻ റഷ്യൻ. വെളിപ്പാട് 6:5. ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി യവം. അടുത്തത് കേട്ടോണം. 9-ാമത്തെ പ്രത്യേകത, യേശു ദേവാലയം വിശുദ്ധമാക്കി. 21:11 കാണാം. ദേവാലയത്തിൽ കയറി. അവിടെ നടക്കുന്ന കച്ചവടക്കാരെല്ലാം ഓടിച്ചു. പ്രാമനെ അയക്കുന്നവരുടെ പീഠമെടുത്ത് താഴെ ഇട്ടു. ഇറങ്ങടാ ഇവിടുന്ന് പറഞ്ഞു. എന്നൊരു വാക്കിനോട് പറഞ്ഞു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. അവർ ലോർഡ് ക്ലീൻ ദ ടെമ്പിൾ. ഇവൻ നേരെ എതിരാ. ദാനിയേൽ 8:11 വേഗം വായിച്ചേ. ദാനിയേൽ 8:11. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഇവൻ വിശുദ്ധ മന്ദിരം ഇടിക്കും. നമ്മൾ അതുകൂടെ പഠിച്ചിട്ട് വേണം ആന്റി ക്രൈസ്റ്റ് ആരാന്ന് കേൾക്കാൻ പോവുക. അത് പറയാം. വിശുദ്ധ മന്ദിരം ഇടിക്കും. 2 തെസ്സലോനിയർ 2:4 വായിച്ചേ. 2 തെസ്സലോനിയർ 2:4. അവൻ ദൈവാലയത്തിൽ ഇരിക്കും. ദാനിയേൽ ഇടിക്കും. അപ്പൊ ദൈവാലയത്തിൽ ഇരിക്കണമെങ്കിൽ ഒരു ദേവാലയം വേണം. ഇന്ന് യഹൂദനെ ദേവാലയം ഇല്ല. പിന്നെ എങ്ങനെ നടക്കും? യഹൂദന് ലോകത്തിലെല്ലാം കൂടെ ഒരൊറ്റ ദേവാലയമേ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം സിനഗോഗ. ദേവാലയങ്ങളൊക്കത്തില്ല. അവർക്ക് ഒറ്റ ദേവാലയം യെരുശലേമിൽ മാത്രം. ബാക്കി ലോകത്തിലെ എവിടെല്ലാം ഉണ്ടെങ്കിലും അവിടെ സിനഗോഗ അവിടെ. എന്നാൽ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കാണാം 7 ദേവാലയം. 1 at a time. 1-ാമത്തെ ദേവാലയം മോശയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സമാഗമന കൂടാരം, ടബർനാക്കിൾ. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചതാ. അതാണ് ആദ്യത്തെ ദേവാലയം, തിരുനിവാസം. 2-ാമത്തെ ദേവാലയം ദാവീദിന്റെ മകനായ ശലോമോൻ നിർമ്മിച്ച ദേവാലയം. അതിന്റെ കൂദാശയിലാണ് യഹോവയുടെ തേജസ് ഇറങ്ങി. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും പറ്റിയില്ല. ആ ദേവാലയമാണ് നെബൂഖദ്നേസർ ഇടിച്ചു തകർത്തു. അത് കഴിഞ്ഞ് 70 വർഷം കഴിഞ്ഞപ്പോൾ എസ്രാ, നെഹമ്യാ, സെരുബാബേൽ മുതലായവർ ചെന്ന് തത്രപ്പാടി പണിതു. 1 at a time. എത്രാമത്തെ ദേവാലയം അത്? 3. ആ ദേവാലയമാണ് 46 വർഷം കൊണ്ട് യഹൂദന്മാർ മനോഹരമായി പണിതെടുത്തു. നമ്മുടെ കർത്താവ് പ്രവേശിച്ചത് 4-ാമത്തെ ദേവാലയമാണ്. അന്നത്തെ ഭരണകർത്താവായ ഹെരോദാവിന്റെ എല്ലാവിധ ഒത്താശകളോട് ചേർന്ന് പണിതു. ഭയങ്കര ആർട്ട് വർക്ക്. ഒരു കല്ല് 10 ടൺ. ഒരു കല്ലിന്റെ തൂക്കം 10 ടൺ.
ഒരു ടൺ എത്ര കിലോയാണെന്നറിയാമോ? 1000. 10 ടണ്ണോ 10000 കിലോയാണ് ഒരു ടൺ. അത് നമ്മുടെ ഓർമ്മയിരിക്കണം. 4-ാമത്തെ ദേവാലയം. ആ ദേവാലയം AD 70 തകർത്തു. റോമൻ സേനാനായകനായ ടൈറ്റസ് സെക്കൻഡ് തകർത്തു. നാളെ പഠിക്കും. അപ്പോൾ 5-ാമതൊരു ദേവാലയം ഉണ്ട് ഇന്ന് ലോകത്തിൽ. അത് ആത്മീയ ദേവാലയം. ആ ദേവാലയത്തിന് 2 പേരുണ്ട്. ഒന്ന് സഭയാകുന്ന ദേവാലയം, 2 വിശുദ്ധന്റെ ശരീരമാകുന്ന ദേവാലയം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും വിശ്വസിക്കുന്നില്ലയോ? ഇന്നത്തെ ദേവാലയം ദൈവസഭയാകുന്ന ദേവാലയം, അഥവാ ദൈവമക്കൾ കൂടി വരുന്ന. ഇപ്പോൾ ഇതാണ് ദേവാലയം. ഈ ദേവാലയം മേലോട്ട് എടുത്തു കഴിയുമ്പോൾ 6-ാമതൊരു ദേവാലയം വരും. ആ ദേവാലയത്തിൽ എതിർ ക്രിസ്തു കയറിയിരിക്കും. ആ ദേവാലയം അവൻ തന്നെ ഇടിച്ചു പൊളിക്കും. അതാണ് വായിച്ചു കേട്ടത്. ദാനിയേൽ 8:11 അവൻ ഇടിച്ച് തകർക്കും. അത് കഴിഞ്ഞൊരു ദേവാലയം വരും. ആ ദേവാലയത്തിന്റെ പേരാണ് സഹസ്രാബ്ദ ദേവാലയം. ആ ദേവാലയത്തിൽ യാഗം കഴിപ്പിക്കാൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അന്ന് ജീവിക്കുന്ന ദൈവമക്കൾ കൊണ്ടുപോകും. ദുബായിലുള്ളവരെ എല്ലാം കൊണ്ടുപോകേണ്ട ചുമതലയുള്ള നിങ്ങൾക്കൊക്കെയാണ്. എല്ലാത്തിനും നിങ്ങൾ കൊണ്ടുപോകാണ്ടിലൊരിക്കൽ. പ്ലെയിനൊന്നും ഇല്ല, അല്ലാതെ എല്ലാത്തിനും എവിടെ എത്തിക്കും, തിരിച്ചു കൊണ്ടുവരും. കേരളത്തിന് ഞാനും കൊണ്ടുവരും. നമുക്കൊന്നിച്ച് അവിടെ വെച്ചാ കാണുന്നത്. ഈ 2 ദേവാലയത്തിന്റെ അടയാളം കാണാൻ തുടങ്ങി. അത് വായിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കണ്ടേ. മഹോപദ്രവത്തിൽ എതിർ ക്രിസ്തു കയറാനുള്ള ദേവാലയത്തിന്റെ ലക്ഷണമായി. അപ്പോൾ തന്നെ അത് കഴിഞ്ഞ് 1000-ാം ആണ്ട് വാഴ്ചയിൽ യേശു രാജാവായിട്ട് വാഴുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ദേവാലയത്തിന്റെ അടയാളവും കാണാൻ തുടങ്ങി. എതിർ ക്രിസ്തുവിന്റെ കാലത്തുള്ള ദേവാലയത്തിന്റെ പണി 989 ആരംഭിച്ചു. പണി തുടങ്ങിയില്ല, അതിനുള്ള പരിപാടി തുടങ്ങി 989 സെപ്റ്റംബർ. അമേരിക്കയിലുള്ള യഹൂദന്മാർ 2 കപ്പൽ മാർബിൾ ബ്രിക്സും അതിനോട് ചേർന്ന സംഗതികളും അയച്ചു കൊടുത്തു. എതിർപ്പുള്ള രാജ്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തകർക്കും, ഞങ്ങൾ സമ്മതിക്കത്തില്ല. കാരണം ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോണം, ഇത് ഹോമറുടെ ദേവാലയം ഇരിക്കുന്നിടത്ത് പണിയും, അത് പൊളിക്കും, ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങള് അറ്റ്ലാന്റിക് കടലിലിട്ട് മുക്കുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ പറഞ്ഞു ചുണയുണ്ട് മുക്കെന്ന് പറഞ്ഞു. ആരും തൊട്ടില്ല, സാധനം കൊണ്ട് വെച്ചു. ആ ദേവാലയത്തിന്റെ പരിപാടികളെല്ലാം അളവിട്ടു. 2008 വളരെ തന്മയത്വത്തോടെ ഇസ്രായേൽ DNA ടെസ്റ്റ് തുടങ്ങി. അവർക്ക് ലേവ്യ ഗോത്രക്കാരെ അറിയണം. ലേവ്യ ഗോത്രക്കാരെ യാഗം കഴിക്കേണ്ടത്. ഒരു മിക്സപ്പായി അവർ ലേവ്യ ഗോത്രക്കാരെ കണ്ടുപിടിച്ചു. തീർന്നില്ല, ലോകത്തെ തരിപ്പിച്ച ഒരു വാർത്ത വന്നു. 2008 അവസാനം ഇസ്രായേലിലെ തീവ്രവാദികൾ പേര് വെളിപ്പെടുത്താത്ത സ്ഥലത്തെ ദേവാലയത്തിന്റെ പണി തുടങ്ങി. ആരാന്നറിയാമോ? ഇസ്രായേലിലെ തീവ്രവാദികൾ. ഒന്ന് വായിച്ചൊരു വാക്യം. യെഹെസ്കേൽ 42:9 ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത്. വേഗം വായിക്കണം. യെഹെസ്കേൽ 42:9. പുറത്തെ പ്രകാരത്തിൽ നിന്ന് ഇവയിലേക്ക് കടന്നാൽ കിഴക്കോട്ട് ഈ മണ്ഡപങ്ങൾക്ക് താഴെ ഒരു പ്രവേശനം ഉണ്ടായിരുന്നു. കിഴക്കോട്ടുള്ള പ്രകാരം 44 9 വാക്യം. 44:9 കേട്ടോണം. ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോണം. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ മക്കളുടെ ഇടയിലുള്ള യാതൊരു അന്യജാതിക്കാരനും ഹൃദയത്തിലും മാംസത്തിലും അഗ്രചർമ്മിയായ യാതൊരു അന്യജാതിക്കാരനും തന്നെ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കരുത്. മാനസാന്തരപ്പെടാത്ത ഒരൊറ്റ ഒരുത്തൻ എന്റെ ദേവാലയത്തിൽ പ്രവേശിക്കരുത്. തമ്പുരാന്റെ സിസ്റ്റം. ഇവിടെ പണി തുടങ്ങിയത് ആരാന്നറിയാമോ? തീവ്രവാദികൾ. അപ്പോൾ ഇത് യഹോവയെ ആരാധിക്കാനുള്ളതല്ല, ഇത് എതിർ ക്രിസ്തുവിന് വേണ്ടിയുള്ള ആലയമാണ്. അത് പണി തുടങ്ങിയിട്ട് പേര് വെളിപ്പെടുത്തുന്നില്ല. പേപ്പറിലൊക്കെ ന്യൂസ് വന്നു. അതിന്റെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. 5 വർഷമായി. വചനം മാനസാന്തരപ്പെടാത്തവൻ ദേവാലയത്തിൽ കയറരുതെന്ന. അപ്പൊ തീവ്രവാദികൾ പണിയുന്ന ദേവാലയം യഹോവയ്ക്കുള്ളതല്ല, ആന്റി ക്രൈസ്റ്റ്. ഈ ദേവാലയത്തിൽ അവൻ കയറിയിരിക്കും. കാരണം അവൻ പറയും ഇത് അവനായിരിക്കും എന്റെ പണി പൂർത്തീകരിക്കുന്നത്. കർത്താവിന്റെ വരവിന് ശേഷം അവൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഒരേ സമയത്ത് 2 ഉടമ്പടി ചെയ്യും. അതിന്റെ ലക്ഷണം ഈ കഴിഞ്ഞ മാർച്ച് 25 കണ്ടു. ലോകത്തിലെ സാമ്പത്തിക
ലോകരാഷ്ട്രങ്ങളുടെ എക്കണോമിക്കൽ സമ്മേളനം നടന്നു യോർദാൻ കഴിഞ്ഞ മാസത്തിൽ, മെയ് 25. ഇസ്രായേൽ പ്രസിഡന്റ് ഷൈമൻ പെരസും PLO പ്രസിഡന്റ് ഹമാസ് അലിയും മുഖാമുഖം കണ്ടു. അവർ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചിട്ട് ഇസ്രായേൽ പ്രസിഡന്റ് PLOയുടെ പ്രസിഡന്റ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചേ തീരൂ. PLOയുടെ പ്രസിഡന്റിനോട് ഇസ്രായേൽ പ്രസിഡന്റ് പറഞ്ഞതാ, ഷൈമൻ പെരസ്, നിങ്ങളെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് തീരൂ. ഉടനെ അദ്ദേഹം കൊടുത്ത മറുപടി, അത് വളരെ നല്ല കാര്യം, നിങ്ങളുടെ പ്രധാനമന്ത്രിയായ ബെന്യാമിൻ നെഹന്യാഹുവിനെ കൊടുത്തൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി, കാര്യങ്ങളെല്ലാം തീരും. കഴിഞ്ഞ മെയ് 25 ഇത്രയും പറഞ്ഞെങ്കിൽ സഭ എടുത്തു കഴിയുമ്പോൾ 66 വർഷമായിട്ടുള്ള പലസ്തീൻ പ്രശ്നം നമ്മൾ ഇന്നലെ പഠിച്ചു. നയബുദ്ധിയാൽ തന്റെ കാര്യം സാധിക്കും. ദാനിയേൽ 8:21 എതിർ ക്രിസ്തു അവൻ ഒറ്റ രാത്രിയിൽ ഈ പ്രോബ്ലം പരിഹരിക്കും. എങ്ങനെയാണെന്നറിയാമോ? അവൻ പറയും, നിങ്ങൾ ദേവാലയം പണിതു, ബാക്കി ഞാൻ പണിതു തരാം. PLOയോട് പറയും, പകരം യെരുശലേം നിങ്ങൾക്കും, കിഴക്കൻ യെരുശലേം നിങ്ങൾക്കും, പടിഞ്ഞാറൻ യെരുശലേം അവരുടെ ദേവാലയത്തിനും 2 കൂട്ടരും കെട്ടിപ്പിടിക്കും. ഇതാ വരാൻ പോകുന്നത്. ആ ദേവാലയത്തിന്റെ പണി തുടങ്ങി. ഇനി എനിക്ക് അത് ഇടിച്ചവൻ കളയും. യാഗദേവാലയമാ, ദൈവത്തിന്റെ യാതൊരു സാന്നിധ്യം ഇല്ലാത്തതാ, പരിശുദ്ധാത്മാവില്ലാത്ത സ്ഥലമാണ്. മഹോപദ്രവകാലം. അന്നത്തെ ദേവാലയം ദൈവികമായിട്ടുള്ളതല്ല, ഇവന് വേണ്ടിയിട്ടുള്ളതാണ്, ഇവനെ തകർക്കാനുള്ളതാണ്. എന്നാൽ വളരെ പ്രത്യാശയോടെ പറയാം, 1000 ആണ്ടിലൊരു ദേവാലയം ഉണ്ടാവും. ആ ദേവാലയത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, ഇവരാരും കുഞ്ഞുങ്ങളല്ല, നമ്മളെ പോലെ തന്നെയുള്ളതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് കുഞ്ഞായിട്ടൊന്നുമല്ല രൂപാന്തരപ്പെടാൻ പോകുന്നത്. എല്ലാവരുടെയും ആത്മാവാണ് രൂപാന്തരപ്പെടുന്നത്. ശരീരം മാറി ഇവിടെ ഇരിക്കുന്നവരെല്ലാം അവിടെ വരുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദേവാലയമുണ്ട്, സഹസ്രാബ്ദ ദേവാലയം. അതിന്റെ അടയാളം കണ്ടു തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വലിയൊരു പ്രശ്നമായി. നിങ്ങൾ പേപ്പർ കണ്ട്. ഇപ്പം ഈ ഒരു തർക്കമില്ല. ഇത്രയും നാള് ഇസ്രായേൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവാലയം പണിയണം. അത് എവിടാന്നറിയാമോ? ഹോമറുടെ ഒരു ദേവാലയം ഇരിപ്പുണ്ട്, അറബികളുടെ. അത് പൊളിച്ചിട്ട് ഞങ്ങൾക്ക് പണിയണം. അതാണ് ഈ ഗോൾഡൻ ദേവാലയം, ഡോം ഓഫ് ആർക്ക്. ജെറുസലേമിന്റെ പടത്തിൽ കാണാം. അവിടെ ഞങ്ങൾക്ക് പണിയണം. ശലോമോന്റെ ദേവാലയം അവിടെ ആയിരുന്നു, അത് ഇടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ പണിയുമെന്നായിരുന്നു. അറബികൾ പറഞ്ഞു, ലോകത്തിലെ അവസാനത്തെ അറബി ശേഷിച്ചാലും തരികയില്ല. ഇപ്പം സംഭവം കേൾക്കണോ? ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങൾക്ക് അത് വേണ്ട. ഇതൊരു വലിയ പ്രശ്നമായി. ഒടുവിൽ 4 ദിവസത്തെ സമയം കിട്ടി ഇസ്രായേലിനെ ശരിക്കും കണ്ടുപിടിക്കാൻ. പ്രൊഫസർ ഹസൂറിന്റെ നേതൃത്വത്തിൽ 96 മണിക്കൂർ ഇസ്രായേലിന് ടൈം കൊടുത്തു. അവർ ഖനനം ചെയ്തു. ഭൂമി കണ്ടുപിടിക്കാൻ തെളിവ്. ആ രാജ്യത്തിന് ഇന്നും ഒരു നിയമമുണ്ട്, എന്തിട്ട് കിളച്ചാലും, ഏത് സ്ഥലം കിളച്ചാലും മണ്ണും കല്ലുമല്ലാതെ എന്നാ കിട്ടിയാലും ഗവൺമെന്റിനെ ഏൽപ്പിക്കണം. അതവിടുത്തെ വലിയൊരു നിയമമാണ്. കല്ലും മണ്ണും ഒഴിച്ച് എന്ത് കിട്ടിയാലും ഗവൺമെന്റിനെ ഏൽപ്പിക്കണം. കാരണം ഇത് ലോകത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലമായുണ്ട്. അവരെ ഡ്രില്ല് ചെയ്തും കുഴിച്ചുമൊക്കെ ചെയ്തൊഴിൽ അവർ സ്ഥലം കുഴിച്ചു. അതാ പത്രത്തിലൊക്കെ വന്നതാ. അവർ തുരങ്കം ഉണ്ടാക്കുന്നു, അതിലേ കയറുന്നു എന്നൊക്കെ അവർ ചെയ്ത. ഒടുവിൽ ഇപ്പോൾ ഇരിക്കുന്ന ഡോം ഓഫ് ആർക്ക് എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട, അതിന്റെ ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? മറ്റേ പള്ളി ഓടിച്ചു വിട്ടേ. ആ ദേവാലയത്തിന്റെ അവിടുന്ന് കൃത്യം 300 മീറ്റർ വടക്ക് മാറി മണ്ണിനടിയിൽ 60 അടി എർത്ത് ലെവലിൽ നിന്ന് താഴെ ചെന്നപ്പോൾ അവർക്ക് കണ്ട കാഴ്ച കേട്ടോണം. 6 കല്ല്. ഒരു കല്ലിന്റെ തൂക്കം 10 ടൺ. ആ കല്ലിൽ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നു, ഹോളി ഹോളി ഹോളി. എഞ്ചിനീയേഴ്സ് ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, പ്രൊഫസർ ഗഫൂർ ഉണ്ട്, വേറെ ആളുകളുണ്ട്, എല്ലാം പ്രൊഫഷണൽസ്. അവിടെ വെച്ച് അവർ ടെസ്റ്റ് നടത്തി. എഞ്ചിനീയേഴ്സ് പറയുന്നു, ഈ കല്ല് 3500 വർഷത്തെ പഴക്കമുണ്ട്. 60 അടി താഴ്ച. അടുത്തത് കേട്ടോണം, ഇലക്ട്രോണിക് റോപ്പ് കൊണ്ടൊന്ന് ഈ കല്ല് മേലോട്ട് എടുക്കുക. അതിന് സമയം തീരാൻ പോകും. അപ്പോഴത്തേക്കും അനുവദിച്ച ടൈം കൂടുതൽ പരിശോധനയ്ക്ക് കല്ല് മേലോട്ടെടുത്തു. ഒരു കല്ലിന്റെ തൂക്കം എത്ര? ഗുഡ്, 10 ടൺ. 60 അടി താഴ്ചയെന്ന് ഇലക്ട്രോണിക് റോപ്പ് വെച്ച് ഹൈജാക്ക് ചെയ്ത് മേളിൽ കൊണ്ടുവന്ന കല്ല് 3 കല്ല് കൊണ്ടുവന്നു. 4മതൊരു കല്ലെടുത്തു. 30 അടി പൊങ്ങി. താഴെന്നും 30 അടി പൊക്കത്തിൽ നിന്ന് കല്ലിന്റെ റോപ്പ് പൊട്ടി, ഇലക്ട്രോണിക് റോപ്പ് പൊട്ടി.
ഈ കല്ല് നേരെ താഴോട്ട് പതിച്ചു. താഴെ കിടക്കുന്ന മറ്റൊരു കല്ലിന്റെ മേളിൽ ചെന്ന് പതിച്ചു. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി പിൻ താഴെ വീഴുന്ന സ്ഥലമില്ല. 10,000 കിലോ 30 അടി മേളിന്ന് താഴോട്ട് വീണിട്ട് ശബ്ദമില്ല. 50 കിലോ തൂക്കുള്ള അപ്പച്ചൻ കട്ടിലിൽ നിന്ന് താഴെ വീണ എന്നാ മുഴക്കവാ ആ വീട്ടിനകത്തല്ലേ. ശബ്ദമില്ല. എല്ലാവരും അതിശയിച്ചിരിക്കുക. പ്രൊഫസർ ഹഫൂർ ഡാൻസ് ചെയ്യാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. ദിസ് ഈസ് ദ പ്ലേസ്. എന്താ അദ്ദേഹം ഡാൻസ് ചെയ്തെന്ന് പറയാൻ പെന്തിക്കോസ്തുകാർ ബാധ്യസ്ഥരാ. എന്തുകൊണ്ട് അദ്ദേഹം ഡാൻസ് ചെയ്തു? ദൈവദാസന്മാരൊരു ചാര് പറയുന്നു, അവർക്കൊരു പ്രസന്റ്. ഞാൻ എൻ്റെ ഒരു നോവൽ അയച്ചു തരാം. പ്രസന്റ് ആരും പറയുന്നില്ലല്ലേ? ദൈവദാസന്മാർക്ക് പറയാൻ സിസ്റ്റമില്ല. വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് പണിതതായതുകൊണ്ട് അത് പണിതപ്പോൾ സൗണ്ട് കേട്ടില്ല. സൗണ്ട് പ്രൂഫ് ആയിട്ട് നിർമ്മിച്ചതാണ്. ആ കല്ല് 10,000 കിലോ തൂക്കമുള്ള കല്ല് വേറൊരു കല്ലിന്റെ മേളിൽ വീണപ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രൊഫസർ ഡാൻസ് ചെയ്ത് പറഞ്ഞു, ദിസ് ഈസ് ദ എക്സാക്ട് പ്ലേസ്. ദൈവത്തെ സ്തുതിച്ച ദൈവമക്കളെ, അവനെ ഓടിക്കാനല്ല, സന്തോഷം കൊണ്ടൊന്ന് സ്തുതിച്ച്. ഇനിയും കേട്ടൊന്നും തീർന്നില്ല. കല്ലാറും മേളിൽ കയറ്റി. ടൈം തീരാൻ പോയി 2 മണിക്കൂർ പിന്നുള്ളവർ കരുവാകും. ഇത് ഡിസ്പ്യൂട്ടഡ് ഏറിയ കയറിപ്പോക്കണം. വേഗം ഒരു പരിവേഷം തുടങ്ങി. അടുത്തതായി എന്നെ അങ്ങ് കോരിത്തെരിപ്പിക്കുക. ഇത് മലയാ. യെരുശലേം 4 മലയാ. അക്ര, ബെസത്ത, മോറിയ, സയോൺ. ഇതാ യെരുശലേം മല. ആ മലയിലായി പരിപാടി. സയന്റിസ്റ്റാ കൂടെ പോയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ബ്രില്യൻസ് അവരാ. യഹൂദനാ. അത് നിങ്ങൾ ആദ്യം നമുക്കറിയാമല്ലോ. ലോകത്തിലെ ഏറ്റവും മിടുക്കന്മാരവരാ. എല്ലാത്തിന്റെ മിടുക്കരവരാ. കമ്മ്യൂണിസം കണ്ടുപിടിച്ചു അവരാ. കാർൽ മാർക്സ് പക്കാ യഹൂദനാണ്. എല്ലാം അവരാ, ബുദ്ധിമാന്മാരാ. അവരെ നോക്കിയിട്ട് കേട്ടോണേ, അവര് പറയുക 10,000 ലിറ്റർ വെള്ളം ഉണ്ടാകാൻ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. ദൈവമക്കളെ, നിങ്ങൾ സന്തോഷിച്ചോളാം. ബാക്കി ഞാൻ വായിച്ചു കേൾപ്പിക്കും. ഈ മലയുടെ മേളിൽ 10,000 ലിറ്റർ വെള്ളം ഉണ്ടെന്നല്ല, ഉണ്ടാകാൻ. നമ്മൾ കിണർ കുത്തുമ്പോൾ 2 അരഞ്ഞാണം കുത്തിക്കഴിയുമ്പോൾ അറിയാം ഏതാണ്ട് എങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ ഇനിയും ഓനെ ഒന്ന് വേഗം വായിക്കണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. യെഹെസ്കേൽ 47-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, സഹസ്രാബ്ദ ദേവാലയത്തിൽ വെള്ളമുണ്ടാകും. ആലയത്തിൽ നിന്നും വെള്ളം വെളിയിൽ വരും. അതാണ് അവർ കണ്ടുപിടിച്ചത്. ആ സ്ഥലത്ത് 10,000 ലിറ്റർ വെള്ളം. അധ്യായം മറക്കരുത്. അടുത്തത് കേട്ടോണോ, അവരുടെ ഒബ്സർവേഷൻ. ഈ വെള്ളം ഈ ടൈമിങ്ങിന്റെ കറക്റ്റ് നിങ്ങൾ കേട്ടോണം. ഈ വെള്ളം 60 അടി താഴ്ചയിലാണ്. ഇതേ ഭൂമിയുടെ ലെവലിൽ വന്നാൽ, എവിടെ വന്നാൽ? ഭൂമിയുടെ ലെവലിൽ വന്നാൽ ഇത് കിഴക്കോട്ടേ ഒഴുകത്തുള്ളൂ. ഒഴുകിയാൽ 7 വർഷം കൊണ്ട് ഇതൊരു ചെറിയ സ്ട്രീമാകും. അതൊഴുകി 7 വർഷം കൊണ്ട് ഇതൊഴുകി അവിടുന്ന് ഒഴുകാൻ തുടങ്ങിയാൽ മെല്ലെ 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 ഒഴുകി 7 വർഷം കൊണ്ട് ഇത് ഒഴുകി ഡെഡ് സീയിൽ ചെന്ന് പതിക്കും. അവരുടെ കാൽക്കുലേഷൻ 2600 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചേ. 8-ാം വാക്യം വായിക്കാം. 8-ാം വാക്യം. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി. നോക്കിക്കപ്പോ 7 വർഷം എന്ന് പറഞ്ഞാൽ ദൈവസഭ എടുക്കപ്പെടുന്ന അന്ന് ഈ വെള്ളം എവിടെ വരുമെന്നറിയാമോ? ഭൂമിയുടെ മുകളിൽ വരും. മഹോദ്രവകാലമാകുന്ന 7 വർഷം കൊണ്ട് ഇത് ഒഴുകി ഒഴുകി നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഈ വെള്ളം അങ്ങോട്ട് ചെന്നിട്ട് 1000-ാം ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ, യേശു രാജാവായിട്ട് വാഴുമ്പോൾ ഈ ലോകത്തിൽ ഒരു ശാപവും പാടില്ല. There should not be any curse. ഏതാണ് ഡെഡ് സീ? ചാവുകടൽ ശാപം. ഏത്? ദൈവം പാപത്താൽ സ്പ്രേ ചെയ്ത് തകർത്തിട്ടിരിക്കുന്ന ചാവുകടലാണ് സോദോം ഗൊമോറ പട്ടണം. അതിന്റെ ശാപം മാറ്റാൻ ദൈവം തമ്പുരാൻ കണ്ട വഴി ദേവാലയത്തിലെ വെള്ളം ഒഴുകി ഒഴുകി അവിടെ ചെന്ന് ചേരുന്ന അന്ന് എന്റെ പ്രിയൻ ഈ ലോകത്തിന്റെ രാജാവാകും. ഞാൻ നിങ്ങൾ മരിക്കും. സഹസ്രാബ്ദത്തിലെ ദേവാലയത്തിന്റെ അടയാളം ഒന്നതാ. എത്ര കൃത്യമെന്ന് നോക്കിക്കേ. സയന്റിഫിക്കൽ സർവേയും ബൈബിളിലെ കാര്യവും. ഇത് 7 വർഷം കൊണ്ട് ഒഴുകി അവിടെ ചെല്ലും. അടുത്തത് 987-ലാണ് ജൂയിഷ്. നാളെ നമ്മൾ ചിന്തിക്കും. ഇവരുടെ റബിമാരുടെ വേഷം എല്ലാ കളറും ഉപയോഗിക്കാൻ അവർക്ക് സിസ്റ്റമില്ല.
വൈറ്റ് റസൽ, നീലക്കരയെ ഒരു ഇടത്തുള്ളൂ. നീലക്കര. ആ നീലക്കര ഈ ആർട്ടിഫിഷ്യൽ കളർ ഒന്നും അവർ എടുക്കുകയില്ല. അവരുടെ ആ ഇന്റഗ്രിറ്റി, തീവ്രതയ. ലോകത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ മാത്രം ഒരു പാമ്പുണ്ടായിരുന്നു, ഒരെനം. 1.5 മീറ്റർ നീളമുള്ള ഒരു പാമ്പ്, അധികം വിഷമില്ല. ഈ പാമ്പിനെ കൊന്ന് അതിന്റെ കൊഴുപ്പെടുത്ത് ബോയിൽ ചെയ്യുമ്പോൾ ഒരു കളർ കിട്ടും. അതാണ് ഒറിജിനൽ നീല നിറം. അതാണ് ഇവരുടെ റബിമാരുടെ കരയിൽ വെച്ചിരുന്നത്. എന്താണെന്നറിയാം അവരുടെ തീവ്രത? നമ്മുടെ വല്യമ്മച്ച ചതിച്ചതാരാ? പാമ്പ്. അതിനാണ് അവരത് കണ്ടുപിടിച്ചത്. എന്നാൽ AD 70 ദേവാലയം ടൈറ്റസ് സെക്കൻഡ് നശിപ്പിച്ചു. പിന്നെ ദേവാലയമില്ല, യാഗമില്ല. ഈ പാമ്പിനും വംശനാശം വന്നു. അതുകൊണ്ട് 1867 അവർ കൂടി തീരുമാനിച്ചു, ആ ബ്ലൂ ഡൈ കിട്ടാത്തതിനാൽ, ഒറിജിനൽ കിട്ടാത്തതിനാൽ ആർട്ടിഫിഷ്യൽ ഒന്നും വേണ്ട, അതിന് പകരമാണ് ഇപ്പോൾ അവരുടെ റബ്ബിമാരുടെ വേഷം നിങ്ങൾ നോക്കിക്കോണം, കറുപ്പ്. എന്നാൽ 2007 എന്ന എന്റെ ഓർമ്മ, ഇതേ മെഡിറ്ററേനിയൻ കടലിന്റെ വടക്ക് വശത്തെ മീൻ പിടിക്കാൻ പോയ ഫിഷർമാൻ വലയിട്ടപ്പോൾ 1900 വർഷങ്ങൾക്ക് ശേഷം 2 പാമ്പിനെ കിട്ടി. ഈ പാമ്പ് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഗവൺമെന്റ് സ്പെഷ്യൽ അക്വേറിയത്തിൽ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമുക്ക് ദേവാലയം കിട്ടാറായി. കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? യാഗം കഴിക്കാൻ ബ്ലൂ കളർ. ആ പാമ്പിനെ 1900 വർഷത്തിന് ശേഷം ദൈവം ജന്മം കൊടുത്തു സഹസ്രാബ്ദ ദേവാലയത്തിലേക്ക് വേണ്ടി. അപ്പോൾ ദേവാലയം റെഡി. 2 ദേവാലയം. ഒന്ന് എതിർ ക്രിസ്തുവിന്റെ ദേവാലയം ടെററിസ്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് കർത്താവിനെ ആരാധിപ്പിക്കുവാൻ സഹസ്രാബ്ദത്തിലുള്ള ദേവാലയത്തിന്റെ അടയാളങ്ങളും കണ്ടു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എങ്കിൽ എതിർ ക്രിസ്തു ആരാ? മുമ്പേ പറഞ്ഞ 9 കാര്യം ഞാൻ പറഞ്ഞു. 1 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം. 2 എഴുതിയതെന്ന് പറഞ്ഞു, പിതാവ് അയച്ചു. 3 പിതാവിന്റെ നാമത്തിൽ. 4 തന്നെത്താൻ താഴ്ത്തി പിതാവ് ഉയർത്തി. അടുത്തത് സമൃദ്ധിയായ ജീവൻ നൽകുന്നു. അടുത്തത് പരിശുദ്ധ സമാധാനം നൽകുന്നു. അടുത്തത് അടുത്തത് യേശു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷന്റെ സന്തതിയല്ല, സ്ത്രീയുടെ ഉദരത്തിൽ. സ്ത്രീത്വം ഒന്നും എടുത്തിട്ടില്ല. അതിപ്പോ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദ്യരെ. സ്ത്രീത്വം എടുത്തിട്ടില്ല, പുരുഷന്റെ ഇഷ്ടത്തില്ല, ജഡത്തിന്റെ ഇഷ്ടത്തില്ല, പുരുഷന്റെ ഇഷ്ടത്തല്ല. വചനം മാംസമായതാ. പക്ഷെ സ്ത്രീയിൽ നിന്നും ജനിച്ചു, മനുഷ്യനാണെന്ന് കാണിക്കാൻ. അല്ലെങ്കിൽ യേശു മനുഷ്യനല്ല, വേറെ വിധത്തിൽ വന്നിരുന്നെങ്കിൽ. ഇവനോ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു. ഇനി അവനെ ഒന്ന് ഓടിച്ചു വിട്ടെ ശക്തിയോടെ. പുരുഷൻ, സ്ത്രീ. ദൈവം തമ്പുരാൻ ആദ്യം പറഞ്ഞു പ്രായപൂർത്തിയായ, ആദ്യത്തെ അനുഗ്രഹം എന്നതാ, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനിവിടെ പറഞ്ഞതാ. ലൈംഗിക ബന്ധത്തിൽ എന്തുണ്ടാകണം? തലമുറ. എന്തിനാ ഇത് ചെയ്തത്? എന്തിന് തമ്പുരാൻ അത് ചെയ്തു? നമ്മുടെ അമ്മമാര് നമ്മളെ 9 മാസം കൊണ്ട് നടന്നില്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളെ 9 മാസം ചുമന്ന് എന്നാ പാടുപെട്ടല്ലേ? ഞാനിത് ഈ വിഷയം പഠിച്ചുകൊണ്ടിരുന്ന ധ്യാനിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, എന്റെ കർത്താവ്, എന്റെ അമ്മയ്ക്ക് ഈ പാടൊന്നും പെടണ്ടായിരുന്നു. എന്റെ ദൈവം തമ്പുരാൻ വിചാരിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മ ഒരു വലിയ മുട്ടയം കിട്ടാ പോരെ. എന്നിട്ട് അതിന്റെ മേലോട്ട് കയറി നടന്നിരിക്കുക. ഇടയ്ക്ക് ഇച്ചിരി ക്ഷീണിക്കുമ്പോൾ അടുക്കളയ്ക്ക് ഒരു കാപ്പി ഇട്ട് കുടിക്കുക, പിന്നെയും വന്ന് കയറിയിരിക്കുക, പിന്നെയും കുറച്ച് മുട്ടയ്ക്ക് ചൂടാവും, പോയി ടോയ്ലറ്റിൽ പോയിച്ച് വരിക, പിന്നെയും കയറിയിരിക്കുക. അങ്ങനെ 9 മാസം കഴിഞ്ഞ് കൊത്തി ഇറങ്ങി പോടാ ചെറുക്കാൻ വിട്ടാ പോരായിരുന്നു. ദൈവം എന്തുകൊണ്ട് അത് ചെയ്തില്ല? പുരുഷൻ, സ്ത്രീ, വലിയ വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ദൈവം ചെയ്തത് അതിൽ നിന്നും കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. പുരുഷൻ, സ്ത്രീ, കേട്ടോണം വ്യത്യാസം. ഇനി നോക്കിക്കേ, നമുക്ക് സയൻസിൽ കൂടെ തന്നെ ആദ്യം ഒരു ലാബിലോട്ട് ചെന്നേ, ബ്ലഡ് എടുക്കട്ടെ, ഒരു 3 ചോദ്യം ചോദിക്കും. ആദ്യത്തെ ചോദ്യം പേര്, രണ്ടാമത്തെ ചോദ്യം, ഇവിടെ ടെക്നീഷ്യൻസ് ഒക്കെ ഇരിപ്പില്ലേ, രണ്ടാമത്തെ ചോദ്യം വയസ്സ്, അടുത്ത ചോദ്യം ആണാണോ. ഇപ്പോഴത്തെ കണ്ടറിയാൻ മേല, അതുകൊണ്ട് വേഷവും കേട്ടാ അറിയാൻ മേല. നിങ്ങളുടെ കാര്യമല്ല, പൊതുലോകമാണ്. പേര് കേട്ടാ അറിയാൻ മേല, വേഷവും കണ്ടാ അറിയാൻ മേല. ഇതാണാണോ
പെണ്ണാണോ അതിനെ ചോദിക്കുന്നു. ആ എന്തിനാ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നത്? കല്യാണം കഴിപ്പിക്കാൻ ആലോചിക്കാനൊന്നും അല്ല, റിസൾട്ട് അതനുസരിച്ച. HB ബ്ലഡിലെ ദൈവം നമ്പുരാൻ സൗരമാര് വണങ്ങരുത്, സ്ത്രീയെ ഒരല്പം താത്തിട്ടും പുരുഷനെ ഉയർത്തിയുമാ സൃഷ്ടിച്ചിരിക്കുന്നത്. തെളിയിക്കാൻ പോവുക. നിങ്ങളോട് പിണക്കിയ നിങ്ങളുടെ ഗുണവും വേറെ ഉണ്ട്, പറയാം. സ്ത്രീ പുരുഷൻ കേട്ടോണം വ്യത്യാസം. HB ലേഡീസിന് 10-13 ഉണ്ടെങ്കിൽ നോർമൽ, 10-13 നോർമലാ. ഞങ്ങൾക്ക് 10-13 കൊണ്ടിരുന്ന ഡോക്ടർ പറയും ബെഡ് റെസ്റ്റ് എടുത്തോളാൻ. ഞങ്ങൾക്ക് 15 വരെ വരണം. ഇനി BP ചെക്ക് ചെയ്യുമല്ലോ, ഹാർട്ട് വികസിക്കുന്ന ഡയസ്റ്റോളിക്. ലേഡീസിന് അതിനായി ആണാണോ പെണ്ണാണോ എന്നൊക്കെ ചോദിക്കുന്ന ഡോക്ടർ വേറെ നോക്കുന്നത്. കാരണം കണ്ടറിയാൻ പറ്റില്ല അതിനെ ചോദിക്കുന്നത്. അവർ തെറ്റിപ്പോകരുത്. അതിനാ ഈ എല്ലാം പാൻറ് വിട്ടോണ്ട് ഉടുപ്പ് ഇട്ടോണ്ട് മുടിയും വെട്ടിച്ചെന്ന ഇത് പെണ്ണാണോ എന്നറിയാൻ നോക്കിയിട്ട് എങ്ങനെയാ? ലേഡീസ് ആണോ ഡയസ്റ്റോളിക് 70 നോർമൽ. ഞങ്ങൾക്ക് 70 ആണ്. ഡോക്ടർ മുഖത്തോട്ട് നോക്കും. ഡോക്ടർക്ക് അറിയാൻ അധികം നാൾ ഇല്ലെന്ന്. ഞങ്ങൾക്ക് മിനിമം 80. ഹൃദയം ചുരുങ്ങുന്നത് സിസ്റ്റോളിക്. ഇവിടെ സൗകര്യമാർ കൊണ്ട് അവർ പറയാത്ത 110 ലേഡീസ് നോർമൽ. ഞങ്ങൾക്കത് പോരാ, 120-30 നോർമൽ. എല്ലാം അങ്ങനെ. യൂറിക് ആസിഡ് മുതൽ എല്ലാം സ്ത്രീയേക്കാൾ ഒരല്പം കൂട്ടിയ പുരുഷന് ദൈവം വെച്ച് എന്തിനാ? നിങ്ങൾ ലോകത്തെ നോക്കിക്കേ, ഈ ഹാർട്ട് ജോബിന് പോകുന്ന ആരാ? സ്ത്രീയും പോകുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ത്രീ ആയിട്ടിരുന്നിട്ടുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ് സ്ത്രീ ആയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷേ എന്തെല്ലാം സ്ത്രീ പൊങ്ങിയാലും പത്രോസ്ലീഹ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. സ്ത്രീജനം ബലഹീന പാത്രം. തെളിയിക്കാൻ പോവുക. ഈ ഹാർഡ്ഷിപ്പ് ജോലിക്കാരാ പോകുന്നത്. സ്ത്രീയെ കൊള്ളുകലായിട്ടില്ല. അവള് പോയാലേ ശരിയാകില്ല. ചന്ദ്രനിൽ പോയതാരാ? കുഞ്ഞമ്മയല്ല, നീൽ ആംസ്ട്രോങ്. മനസ്സിലായോ? എവറസ്റ്റ് കയറിയതാരാ? അച്ചാമയല്ല, ഷെർപ്പ ടെൻസിംഗ്. ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കയറിയതാരാ? എല്ലാ ആണുങ്ങളെ വേറൊന്നുമല്ല, പെണ്ണുങ്ങൾ മോശമൊന്നുമല്ല. ആണിനൊരു തന്റെ ഇടം കൂടുതൽ തന്നിട്ടുണ്ട്. ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആരാ? സ്ത്രീ എത്ര ഇട്ടല് തിന്നും? 3. പുരുഷനോ 10 വരെ പിടിക്കും. ശരിയാണോ? ഒഴുകി കൊടുത്തേ. സ്ത്രീ മാക്സിമം 1 പുരുഷനോ 2 തീർന്നിരിക്കും. കുഞ്ഞ തീർന്നോ ചോദിക്കാം. അവന് നാടൻ ഭാഷ പറഞ്ഞ കപ്പാസിറ്റി ഉണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് വരിക, ഈ വിഷയത്തിലേക്ക് വരിക. തന്റെ ഇടമാർക്കാ? പുരുഷനോ സ്ത്രീക്കോ? ധൈര്യമാർക്കാ? ഷാർജന്ന് ഒരു പെങ്കൊച്ച് വണ്ടി ഓടിച്ചാൽ ഇവിടെ വരണേൽ 1 മണിക്കൂർ. ഈ സഹോദരന്മാർ ഓടിച്ചാൽ വരണേ 20 മിനിറ്റ്. ഒറ്റക്കാർ. ആദ്യം ഭാര്യ വരട്ടെ, അവൾ അവിടുന്ന് 1 മണിക്കൂറോടെ ഭർത്താവിനെ വിളിച്ച് സങ്കീർത്തനം വായിക്കാത്തോളം സങ്കീർത്തനം വായിച്ചെങ്കിൽ വരത്തുള്ളൂ. അതേസമയത്ത് സഹോദരന്മാരാണല്ലോ, അവർ വിട്ടിങ്ങി പോരും. മാമയെ മാങ്ങാ കിടക്കട്ടെ, അമ്മാമ്മ തോട്ടിക്കോലും കൊണ്ട് വലിച്ചോണ്ടിരിക്കും. കോല് മേളിലും അമ്മാമ്മ താഴെയും. അല്ലേ? കുറച്ചു നേരം അച്ചായൻ 2 വലിക്കത്തുള്ള മടക്കി കുത്തി കയറി പറിക്കും. എന്താ? തന്റെ ഇടം, ധൈര്യം. പുരുഷനാ? തെറ്റല്ല, അവന് കൊടുത്തിരിക്കുന്ന ഒരു ക്വാളിറ്റിയാ. സ്ത്രീ എപ്പോഴും ഉണ്ടല്ലോ, എപ്പോഴും ദൈവം തമ്മിൽ ആ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നേ ഒരു സോഫ്റ്റ് കോർണറില. ഞാനും നിങ്ങൾ ആരാന്ന് പറയാനായിട്ടാ. ഞാനും നിങ്ങൾ ആരാ? ഈ കുഞ്ഞുങ്ങൾ ആരാ? ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ഇവരാരാ? ഞാൻ ആരാ? നിങ്ങൾ ആരാ? സയന്റിഫിക്കൽ വേണ്ടി പറയട്ടെ, 50-50. ഏതാ? ഇന്ത്യൻ ബേക്കറി കിട്ടുന്ന ബിസ്ക്കറ്റ് അല്ല. പകുതി അപ്പച്ചൻ, പകുതി അമ്മ. 2 DNA. ഒരു മനുഷ്യനതാ സയൻസ്. 2 DNA, 23 പെയർ ഓഫ് ക്രോമോസോം, 46 ക്രോമോസോമാ. അതിൽ പകുതി മമ്മിയുടെ, പകുതി പപ്പായുടെ. കുഞ്ഞുങ്ങളെ നോക്കും മനസ്സില് അമ്പടാ ഇരിക്കുന്നു. തോമാച്ചൻ എവിടെ പോയെന്ന് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാ പോ. പറയത്തില്ലേ? നോക്കിക്കേ, ലിസിമോളെ കണ്ട ഇതിനെ കണ്ടാ പോരെ. എന്താ? അതാണ് ഈ 50-50. ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും തമ്പുരാൻ വെച്ച സിസ്റ്റമാ. എന്തിനാന്ന് പറയാം. പകുതി അപ്പച്ചൻ, പകുതി അമ്മച്ചി. സൗന്ദര്യത്തിൽ നിറം, ശബ്ദം, തലമുടി, നടപ്പ് എല്ലാം അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും കിട്ടും. അമ്മച്ചിക്കും അപ്പച്ചനുള്ള ക്വാളിറ്റിയാ. പുരുഷനെ തന്റെ ഇടം, ധൈര്യം, മിടുക്ക്, കഴിവ്. സ്ത്രീക്ക് എപ്പോഴും ആ കാര്യത്തിൽ പുറകോട്ട്. അവക്കൊരു ശകലം ഭയം. വെളിയിലൊക്കെ പറയും തന്റെ ഇടം, അതൊക്കെ വെറുതെ പറയുന്നതാ. എന്റെ മോള് പറയും, അവള് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കും. 3 എത്ര വർഷം ഓർക്കുന്നില്ല. എവളിവിടുന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. മല്ലപ്പള്ളി IPC ഡിസ്ട്രിക്ട് കൺവെൻഷൻ. അത് കഴിഞ്ഞ് വീട്ടോട്ട് വരിക. അവിടെ ഭക്ഷണം കഴിഞ്ഞ് 9:45 കൺവെൻഷന് വീട്ടിൽ നിന്ന് പോയാൽ സാധാരണ വീട്ടിൽ നിന്ന് വിളിക്കത്തില്ല. കാരണം
ഒരു ടൈമിന് ഞാൻ ചെല്ലും, അറിയാം. ഇപ്രാവശ്യം കൺവെൻഷൻ കഴിഞ്ഞ് കാറെ കയറിയപ്പം പുറകെ ഇരിക്കുന്ന ബിബി ഒരു വിളി, പപ്പായ എപ്പം വരും? പതിവില്ലാത്തൊരു വിളി. ഞാൻ ചെന്നാ മോളെ, പപ്പ നമ്മുടെ കൊച്ചടുക്കളെ ഒരു പാമ്പ്. അപ്പൊ എനിക്കൊരു പ്രയാസമുണ്ട്, ആണുങ്ങളില്ല, രാത്രി മണി 10. ഞാൻ പറഞ്ഞു മോളെ അധികം സമയം ഒന്നും മണി ഇപ്പം വരും, നല്ല റോഡാ, നല്ല വണ്ടി, ട്രാഫിക് ഇല്ല, വിട്ടോളാൻ പറഞ്ഞു. ഓടിക്കുന്ന ഡ്രൈവറോട് റോയി വണ്ടി കത്തിച്ചുവിട്ട് നമ്മുടെ കൊച്ചടുക്കളെ പാമ്പ് വിട്ടടിച്ച് വരിക. വീടിന് ഒരു 1/2 കിലോമീറ്റർ, അതായത് വീനാരിയൊക്കെ വീടിനടുത്തായി. വരുത്തം പറയും ഉടനെ പിന്നെ ഫോൺ, ആരാ? വീട്ടുകാരത്തി. പപ്പായ ഇവിടെ വരിക. ഞാൻ പറഞ്ഞു വരുത്തം പാറില്ല, എന്നാ അത് ഈ അടുക്കള ഇറങ്ങി വെളിയിലോ AC-യുടെ കീഴിൽ തലയും പൊക്കി പിടിച്ചിരിക്കുക, ഞങ്ങൾക്ക് ആകെ പേടിയാ. ന്യായമാ. ഞാൻ വന്നു കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. കൺവെൻഷന് പോകുന്ന ഡ്രസ് പോലും ഓടി ചെന്നപ്പോ പുള്ളിക്കാരത്തിന്റെ കയ്യിൽ വീട്ടുകാരത്തിന്റെ ചൂരവടി, ടോർച്ച്, ബിബിയുടെ കയ്യിൽ ഒരു വിറക് കമ്പ്, എമർജൻസി ലൈറ്റ്. വൈഫിന്റെ ചേർത്തി ചെല്ലമൊക്കെ ബോംബെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി കുറച്ച് നാളുകൾക്ക് മുമ്പേ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ ആൾ അനങ്ങാൻ മേല. ആ പുള്ളിക്കാരുടെ ഉണ്ട് വിറക് കമ്പോ പൈപ്പോയതുണ്ട്. സന്നാഹവാ, എന്തിനാ അവനെ പിടിക്കാൻ. ഞാൻ ഓടിച്ചെന്ന് വീട്ടുകാരത്തിരിക്കുന്ന ചൂരലും മേടിച്ച് ടോർച്ചും മേടിച്ച് അങ്ങോട്ട് ചെന്നപ്പം എനിക്ക് വാസ്തവത്തിൽ സങ്കടം തോന്നി. പാമ്പെന്ന് പോലും പറയാനൊക്കത്തില്ല. ഒരു അടി നീളമുണ്ട്. എനിക്ക് വല്ല തന്നാ ഞാൻ തിന്നേച്ച് ചാകാന്നും പറഞ്ഞ തലപൊക്കി പിടിച്ചിരിക്കുന്നത്. ഞാനൊരു കുത്തിയുള്ളൂ, അത് ചത്തു. ഇതാണ് ഒരു പാമ്പിനെ പിടിക്കാൻ 3 സ്ത്രീകൾ എന്തെല്ലാം ഉപകരണങ്ങളാ അല്ലേ? ഞാൻ പറഞ്ഞ ശീലാമ്പ്, ടോർച്ച് ലൈറ്റ്, എന്തെല്ലാം ഉപകരണങ്ങളാ. അതേ സമയത്ത് എന്താ ഇത്? സ്ത്രീക്ക് അത്രയേ ഉള്ളൂ. പുരുഷന് തന്റെ ഇടം. ഇനിയും വിഷയത്തിലേക്ക് വരിക. സ്ത്രീ പുരുഷനില്ലാത്ത കുറച്ച് ഗുണങ്ങളും: ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ, സങ്കടം, കണ്ണുനീർ. ആർക്കാ കൂടുതൽ? നിങ്ങൾ പറ, സഹകരിച്ചേ. ആർക്കാ? ഒരു മരണം നടന്ന വീട്ടിൽ നിന്ന് ഇരുന്ന് കരയുന്നവരാ. അമ്മ മരിച്ചെന്ന് കേട്ടാ ന്യൂയോർക്ക് കെന്നഡി എയർപോർട്ട് മുതൽ കരയാൻ തുടങ്ങും അല്ലേ? ആ മക്കൾക്ക് സങ്കടമില്ലാഞ്ഞിട്ടില്ല, അവർക്ക് ഗട്സ് ഉണ്ട് പിടിച്ചു കിട്ടാൻ നിൽക്കാൻ. അവരെ പെട്ടി വെക്കുമ്പോഴേ ഒന്ന് കരയത്തുള്ളൂ. സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ ശേഷിയില്ല. അടുത്തത് കമ്പാഷനേറ്റ് ഗ്രൗണ്ട്, സയന്റിഫിക്കൽ വേർഡ്. ആർക്കാ? ദയാർക്കാം, കരുണയാർക്കാം, മനസ്സലിവാർക്കാം. ഞാൻ കേരള ഭാഷ പറയാം. അവിടുത്തെ പ്രൈവറ്റ് ബസ്സിൽ ഭിക്ഷക്കാരി കയറും, ഒരൊറ്റ ഒരുത്തം പുറകോട്ട് വരികയില്ല, എല്ലാം മുന്നോട്ടേ പോകത്തുള്ളൂ. മുന്നോട്ട് ചെന്നാൽ വല്ലതും കിട്ടും. അവിടെ ഇരിക്കുന്ന ആരാ? പുറകോട്ട് വന്നാൽ സൂക്ഷിച്ചില്ല, അവന്റെ കൈ കിടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിങ്ങളുടെ രീതി പറയാനൊക്കെ തന്നെ, ഞാൻ നാട്ടിലെ രീതി പറഞ്ഞാല് നിങ്ങൾക്കത് മനസ്സിലാക്കാനൊക്കെ തോന്നും. രാവിലെ 9 മണി കോഴഞ്ചേരി തിരുവല്ല ബസ്, ഫുട്ബോളെ വരെ ആള്. ഓഫീസ് ടൈം, കോളേജ് ടൈം, നല്ല ടൈമല്ലേ? ഫുട്ബോളെ വരെ ആള്. ഒരു സഹോദരി കുഞ്ഞിനെ കൊണ്ട് കയറി. സീറ്റയിലിരിക്കുന്ന ഒരൊറ്റ ചെറുപ്പക്കാരൻ എഴുന്നേക്കത്തില്ല. അവൻ ഇത് കണ്ട ലക്ഷണമില്ല. അവനാ വീടിന്റെ ഒക്കെ പെയിന്റിങ് നോക്കും. അപ്പക്സാണോ? അവൻ അത് ഓക്കെ ആസ്വദിച്ചിരിക്കും. എന്നാ ഇതിനെ കണ്ട ലക്ഷണമില്ല. ഒരു കുഞ്ഞിനെ കൊണ്ട് ഒരമ്മ കയറുന്നു. ഞങ്ങളെ പോലുള്ള ഉപദേശിമാർ സീറ്റ് ഇരുന്നാലോ ഞങ്ങൾക്ക് അന്നേരം ദൂത് കിട്ടുന്നത് ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സീറ്റയിലുണ്ടെങ്കിൽ അവള് പന്ത് പോലെ പൊങ്ങി വെച്ച് പറയും ആന്റി. അതാണ് സ്ത്രീയുടെ ഗുണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയെ, പ്രായപൂർത്തിയായ ഒരു പുരുഷൻ വിവാഹം കഴിച്ച് ബൈ സെക്സ്വൽ കണക്ഷൻ, ലൈംഗിക ബന്ധത്തിൽ അടുത്ത തലമുറ പുരുഷന്റെ തന്റെ ഇടം, ധൈര്യം, മിടുക്ക്, കഴിവ്, സ്ത്രീയുടെ ആർദ്രത, മനസ്സലിവ്, കരുണ, ദയ, ഇത് ചേർത്ത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്വഭാവം മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ. ക്യാരക്ടർ ദാനിയേൽ 9:27. അടുത്ത ക്യാരക്ടർ അധർമ്മമൂർത്തി. 2 തെസ്സലോനിയർ 2:7. ഒന്ന് വായിച്ചേ. ദാനിയേൽ 9:27, 2 തെസ്സലോനിയർ 2:7. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. മ്ലേച്ഛതയുടെ ചിറക്. ഇനി 2 തെസ്സലോനിയർ 2:7. വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ അധർമ്മമൂർത്തി. ഈ 2 ക്യാരക്ടർ ഓർത്തോണം. 1 മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ, 2 അധർമ്മമൂർത്തി. അടുത്തത് സമാധാനം എടുത്തു കളയുന്നവൻ.
മ്ലേച്ഛത, അധർമ്മം, സമാധാനം എടുത്തു കളയുന്നവൻ. ഈ സ്വഭാവത്തിൽ ഒരുവൻ മരണമെങ്കിൽ ഒരു സാധാരണക്കാരനെ കൊണ്ട് പറ്റുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാർ, ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ, രണ്ട് നീറോ ചക്രവർത്തി. ഇവരാണ് ലോകം കണ്ട ഹാർഡ് പീപ്പിൾ. അവര് പോലും അമ്മ പ്രസവിച്ചതാ. അതിന്റെ റിസൾട്ടാണ് തകർന്ന് തരിപ്പണമായപ്പോൾ നീറോ ചക്രവർത്തി 2 കൈയിട്ട് അടിച്ചത്. പൊളിഞ്ഞു തകർന്നപ്പോൾ എല്ലാ ആശകളും വെടിഞ്ഞ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു, നിരാശരായി. ഇന്നത്തെ ലോകത്തിൽ, ഇന്നലെ ഞാൻ പറഞ്ഞു, ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ, സംസ്കാര സമ്പന്നർ ചേർന്ന് ക്രോഡീകരിച്ചതാണ് ന്യൂ വേൾഡ് ഓർഡർ. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ബുദ്ധിയുള്ളവനും കഴിവുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും സമാധാനം സ്ഥാപിക്കാൻ സാധ്യതയുള്ളവനും മിടുക്കനുമായ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാം. ആ വ്യക്തിയുടെ കയ്യിൽ ലോകം കൊടുക്കാം. ന്യൂ വേൾഡ് ഓർഡർ. ഈ ലോകത്തിന്റെ പ്രശ്നം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. തീവ്രവാദികൾ വർദ്ധിക്കുന്നു, സമ്പദ്ഘടന തകരുന്നു, ആറ്റം പെരുകുന്നു. ഒരു രാജ്യത്തിന് ഒരു രാജ്യത്തെ ഭയമില്ല. ഇത് പരിഹരിക്കാൻ കണ്ടുപിടിച്ച പരിപാടിയാണ് ന്യൂ വേൾഡ് ഓർഡർ. ഒരു രാഷ്ട്രീയമില്ലാത്തവനും നിഷ്പക്ഷപാതിയും ബുദ്ധിമാനും കഴിവുള്ളവനും പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പറഞ്ഞ് ബുദ്ധിമാനായ നയമുള്ളവനെ ഒരാൾ വന്നാൽ അവന്റെ കയ്യിൽ ലോകത്തെ ഏൽപ്പിക്കാം. അപ്പോൾ സയൻസ് പറയുന്നു, ഞങ്ങളൊന്ന് നോക്കട്ടെ. ശാസ്ത്രം 1-2 കാര്യത്തിന് മനുഷ്യനെ വെല്ലുവിളിക്കുന്നു. ഒന്ന്, അവരുടെ കണക്കിന് ഒരു വ്യക്തി ഒപ്റ്റിമം മിടുമിടുക്കനായിട്ട് വരണമെങ്കിൽ ഒരു മാർഗത്തിൽ 40 വയസ്സ്. ഇവിടെ ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരു ഡോക്ടർ MBBS കൊണ്ടോ MD കൊണ്ടോ ഒന്നും അല്ല. അതെല്ലാം നല്ലതാ. പക്ഷെ പഠിച്ച് മിടുക്കനായി അതിനേക്കാളെല്ലാം ഹയർ സ്റ്റേജിൽ വന്ന് ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മിടുക്കനായി വരണമെങ്കിൽ 40 വയസ്സ്. ഒരു സയന്റിസ്റ്റ്, ഒരു പ്രൊഫസർ, ഒരു കൃഷിക്കാരൻ, ബിസിനസ് പേഴ്സൺ എല്ലാം നല്ല രീതിയിൽ വരണമെങ്കിൽ 40 വയസ്സ്. ഒരു ഡ്രൈവർ ആക്സിഡന്റ് ഇല്ലാതെ കൃത്യമായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ 40 വയസ്സ്. ലോകത്തിലെ നിങ്ങൾ ഈ പേപ്പറൊക്കെ കാണും, നോക്കണം. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മന്ത്രിമാർ, രാജാക്കന്മാർ, അവരുടെയൊക്കെ ഡ്രൈവർമാരെ നോക്കിക്കോണം. 40 വയസ്സാകുന്നവന്റെ കയ്യിലേ വണ്ടി കൊടുക്കത്തുള്ളൂ. ഞാനും തീരുമാനിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാത്തവന്റെ വണ്ടിയെ കയറത്തില്ല. ഇംഗ്ലണ്ടിലൊന്ന് കയറി 150 മൈല് ഒരു കൊച്ചനെ ഓടിച്ചത് 55 മിനിറ്റ്. ചങ്ങനാശ്ശേരിക്കാരനാ. അവിടെ ഇറങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ മോനെ ഇങ്ങനെ ഓടിക്കരുത്. അവൻ പറഞ്ഞ മറുപടി, അപ്പച്ചൻ പുറകിരുന്ന് പ്രാർത്ഥിക്കുന്നറിയാം, അതിന് ഞാൻ വിട്ടതാണ്. അത് ഞാൻ ഈ കല്യാണം കഴിക്കാത്തവന്റെ വണ്ടിയെ കയറത്തില്ല. കല്യാണം കഴിച്ചവൻ അവനറിയാം വീട്ടിൽ കുഞ്ഞമ്മ ഇരിപ്പുണ്ട്. അല്ലേ? എല്ലാം നോക്കിക്ക. ഒരു വീട്ടമ്മ ഇവിടെ സൗകര്യമായിട്ടുണ്ടല്ലോ, ചെലവ് ചുരുക്കി നല്ല രുചിയിൽ കറി വെക്കാൻ പഠിക്കണേ 40 വയസ്സാ. അതിന് മുമ്പ് ഒന്നിൽ എണ്ണക്കകത്തിട്ട് കളിക്കും, അല്ലെങ്കിൽ മസാലക്കകത്തിട്ട് ഉരുട്ടും. ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസർ, വേണ്ട ഒരു രാഷ്ട്രീയ നേതാവ് പാകത പറയണേ 40. ഒരു പാസ്റ്ററെ അടിയും കളിയും പഠിച്ചാൽ 40. പിന്നെ ഒരു കളിയും നടക്കുകയില്ല. ലോകത്തിന്റെ മുഴുവൻ തറയിലും 40. പക്ഷേ ഇന്നത്തെ ലോകത്തിൽ ഇന്ത്യയോ കേരളമോ അല്ലെങ്കിൽ അമേരിക്കയോ ഒന്നുമല്ല, ഞാൻ ഹോൾ വേൾഡ് ഒരു വ്യക്തിക്ക് പ്രത്യേക സിസ്റ്റത്തിൽ 40 വയസ്സാകുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖമില്ലാത്ത ഒരാളില്ല. അന്നേരം അവന്റെ എഫിഷ്യൻസി 40% പോയി. കോടികൾ ചെലവാക്കിയ ഒരു ഡോക്ടറാണ് നിലയിൽ വരുന്നത്, ഒരു അഡ്വക്കേറ്റ്, ലോയർ, ഒരു പ്രൊഫസർ വരുന്നത്. കോടികൾ ചെലവാക്കിയ രാഷ്ട്രവും ചെലവാക്കും, അവരുടെ ഫാമിലിയും ചെലവാക്കും. 40 ആയപ്പോ ഉണ്ടല്ലോ എന്ത് പറ്റി? എന്തെങ്കിലും ഒരു അസുഖം വരും. അപ്പോൾ എഫിഷ്യൻസി എന്ത് പോയി? 40%. സയൻസ് പറയുന്നു അത് വേണ്ട, ഞങ്ങൾ തരാൻ മിടുമിടുക്കനെ. ചേർത്ത് പഠിച്ചോണം നിങ്ങൾ. അവിടെ ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നു. ലൈംഗികമല്ലാത്ത മാർഗത്തിൽ ഞങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാം. അവരത് കണ്ടുപിടിച്ചു, വിജയിച്ചു. ഒരു പുരുഷന്റെ കോശം സെക്സ്വൽ വേ വേണ്ട. ദൈവം തമ്പുരാൻ പറഞ്ഞത് പുരുഷനും സ്ത്രീയും കൂടിച്ചേർന്ന് ലൈംഗികത്വമായി കുഞ്ഞുങ്ങൾ. എന്തിനാ? അപ്പന്റെ അമ്മയുടെ സ്വഭാവം. ഇതേ ലൈംഗികമല്ലാത്ത മാർഗത്തിൽ ഒരു പുരുഷന്റെ ഒറ്റ കോശം. ഒരു പുരുഷന്റെ ശരീരം 100 കോടി കോശമാണ്. 100 കോടി. അതിൽ ഒരു കോശം, 1 സെൽ. അവരെ അഭിനന്ദിക്കണം. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ വിജയിച്ചു. കോശമല്ല, DNA കീറാം. കോശത്തിനകത്താ DNA, നമ്മുടെ സ്വഭാവം. ഡെക്സിറൂബോ ന്യൂക്ലിക് ആസിഡ് നിങ്ങൾക്കറിയാമല്ലോ, പഠിച്ച കുഞ്ഞുങ്ങൾ. പിരിയൻ ഗോവണി, ഒരു വശം ഫോസ്ഫേറ്റ്, ഒരു വശം
ഗ്ലൂക്കോസ്, ബേസ് AGTC, അഡനൈൻ, തൈമീൻ, ഗുവനിൻ, സൈറ്റോസിൻ. അറിയാലോ? അഡനൈൻ, തൈമീൻ, നീമീനല്ല, തൈമീൻ, ഗുവനിൻ, സൈറ്റോസിൻ, 4 എണ്ണം. അത് 4 നൈട്രജൻ ബേസ്. അഡനൈൻ, തൈമീൻ, ഗുവനിൻ, സൈറ്റോസിൻ, 4 നൈട്രജൻ ബേസ്. ഒരിടത്ത് ഫോസ്ഫേറ്റ്, ഇപ്പുറത്ത് ഗ്ലൂക്കോസ്. ഇതാണ് നമ്മുടെ സ്വഭാവ പെട്ടി തമ്പുരാൻ വെച്ചിരിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ എല്ലാം. സാർ ഒരു പാട്ട് പാടുന്നതും ഇത് വായിക്കുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും എല്ലാം അതിനകത്താ ക്യാരക്ടർ. അത് പിതാക്കന്മാരിൽ നിന്ന് കിട്ടുന്നത്. അതാ ജീൻ. അത് കീറാം. കണ്ടുപിടിച്ചു. ഒരു വൈറസ് കയറ്റിയിട്ടാ മതി. അവരുടെ കത്രിക, കീറുന്ന കത്രിക ഇരുമ്പല്ല, വൈറസ്. റെസ്ട്രിക്ഷൻ എൻസൈം അത് ഇട്ടാ മതി. DNA പെട്ടി കീറാം, കുത്തിക്കെട്ടാം. വേറൊരു വൈറസ് ലിഗോസ് കുത്തിക്കെട്ടാം. ഇവർ ചെയ്യുന്ന പരിപാടി കേൾക്കണം. ഒരു പുരുഷന്റെ ഒരു കോശം എടുക്കുക, DNA കീറുക. ഒരു പുരുഷന്റെ ഒരു DNA കീറിയാൽ പിന്നെ അത് കോശമല്ല. അതിനവരിട്ടിരിക്കുന്ന പേരാ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഈ പേരൊന്നും കേട്ട് നിങ്ങൾ തലവിരിക്കുന്ന മറ്റേ പള്ളി ഒന്ന് ഓടിച്ചു വിട്ടെ. ഇതൊക്കെ വരും, അവനും കയറി വരും. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അതെടുത്തിട്ട് അതിൽ 2 ഭാഗം. അതാ വിഷയം നമ്മുടെ. എന്റെ ഒരു DNA എടുത്ത് കീറിയാൽ 2 ഭാഗമാ. ഒന്ന് റഫ്, ഒന്ന് സ്മൂത്ത്. എന്റെ ഈ പ്രസംഗം ഞാൻ ഈ പറയുന്നതെല്ലാം റഫിനകത്താ, സ്മൂത്ത് ന്യൂട്രലാ. അവർ പറയുന്നു അതിനകത്ത് ഏതും ചേർക്കാം. സാമ്പാറിന് കിട്ടുന്ന പരിപാടി അറിയാവുന്ന സഹോദരിമാരെന്ന് കൈമുക്കി അറിയാമല്ലേ? എന്നാ ഞാൻ പിന്നെ പറഞ്ഞു, ഇപ്പം പറഞ്ഞ എല്ലാവരും അറിയാമല്ലോ. സാമ്പാറിന് കിട്ടുന്ന ടെക്നോളജി അറിയാൻ മേലാത്തവരാരേലും ഉണ്ടോ? ഇല്ല. ഇതുപോലെ അവർ പറയുന്നു ഇതിന് കട്ടി കൂട്ടാം. ഒരു മിടുക്കന്റെ DNA എടുത്ത് കീറിയിട്ട് അതിന്റെ സ്മൂത്തിലോട്ട് വേറെ ഒരു മിടുക്കന്റെ കൂടെ ചേർക്കാം. അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കേൾക്കണോ? ഒരാളെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആള് പോയി, എന്നാലും എടുക്കാമെന്ന് അവർ പറയുന്നത് വില്ലാതൻ. അടുത്തത് കേട്ടോ, അവർ പ്രതീക്ഷിക്കുന്നത് ഹിറ്റ്ലർ, നല്ല മിടുക്കനെ കൊണ്ടുവരാൻ. അദ്ദേഹം ആത്മഹത്യ 65 വർഷമായി. പക്ഷേ ശവക്കല്ലറ കണ്ടുപിടിച്ചു ജർമ്മനിയിൽ. തലമുടിയുടെ ഒരു കഷണം മതി, അത് ചത്തിട്ടില്ല. ചേർത്താൽ അതിന്റെ ഒരു DNA മുറിച്ച് വെച്ചാൽ ഇവൻ ആരാ? ഒടി ഹിറ്റ്ലർ. അതുപോലെ ഒരുത്തന്നെ കൂടെ ചേർക്കണമെന്ന് പറഞ്ഞ മിടുക്കനെ കിട്ടണമെങ്കിൽ. അല്ല സാധാരണക്കാരനെ കൊണ്ടുവന്ന കാര്യം, ചോര കാണുമ്പോൾ കരയുന്നവരെ കിട്ടുന്ന കാര്യം. അവർ പറയാം നല്ല മിടുക്കനെ വേണം ലോകം ഭരിക്കാൻ. അപ്പോൾ അതുപോലെ നോക്കിക്കേ, ഒരു ഏത് പുരുഷന്റെ അന്ന് പിന്നെ പറയാം, ഒരു പുരുഷന്റെ ഒരു DNA സെല്ലെടുത്ത് കീറി, അടുത്തത് കേട്ടോണം, വേറെ ഒരു മിടുക്കന്റെ അങ്ങോട്ട് ചേർത്ത് സാമ്പാർ നീട്ടുന്ന പോലെ. അടുത്തത് അത് കുത്തിക്കെട്ടിയിട്ട് ഒരു സ്ത്രീയുടെ ഓവം എടുക്കും. പക്ഷെ എടുത്തിട്ട് അതിന്റെ ന്യൂക്ലസ് എടുത്തു മാറ്റും. ഒരു സ്ത്രീയുടെ അണ്ഡം എടുത്തിട്ട് അതിനകത്തെ സ്ത്രീത്വം എന്ന ക്യാരക്ടർ ഇരിക്കുന്നതിന്റെ പേരാണ് ന്യൂക്ലസ്. അതെടുത്തു മാറ്റിയാൽ അത് സ്ത്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന്റെ പേര് സൈറ്റോപ്ലാസ്മം. തൈരിൽ നിന്നും വെണ്ണ എടുത്താൽ ഒരു ഗുണവും ഇല്ലാത്ത മോര് കിട്ടും. തൽക്കാലത്തേക്കൊന്നത് കൊടുക്കാം. എന്തിനാ? ചോറിന്റെ കൂടെ. മോര് കൊടുക്കുന്ന രുചി കൂട്ടാനല്ല യഥാർത്ഥത്തിൽ. മോര് കൊടുക്കുന്ന എന്നറിയാവോ? ഊണ് നിർത്തിക്കാനാ. നമ്മൾ ഊണ് തുടങ്ങാനാ കൊടുക്കുന്നത്. മോര് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യയിലെ പഴയ പാരമ്പര്യത്തിൽ ഊണെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പം ഊണ് നിർത്തണം തോന്നിയാൽ വിളമ്പടാ മോരെ. അത് വിളമ്പുമ്പം പുളിയാ. അതങ്ങോട്ട് എന്ന് കഴിയുമ്പം മടുക്കും, അവിടെ നിർത്തും. നമ്മൾ ആദ്യം ഏതാ കീറി കൊടുക്കുന്നതല്ലേ? ഇതുപോലെ ഒരു സ്ത്രീയുടെ ഓവമെടുത്ത് സ്ത്രീത്വം മാറ്റുമ്പോൾ സ്ത്രീത്വം ഇല്ലാത്ത വെറും ന്യൂട്രൽ സാധനം, അതിന്റെ പേരാണ് സൈറ്റോപ്ലാസ്മം. സ്ത്രീയുടെ യാതൊരു ക്യാരക്ടറും ഇല്ല. തെളിയിച്ചു ഡോക്ടർ സേവേറിയൻ ആന്റണി തെളിയിച്ചു. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരുത്തരുടെ യൂട്രസ് വേണ്ട, കമ്പ്യൂട്ടർ യൂട്രസ്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ അമിനിയാറ്റിക് ഫ്ലൂയിഡ് അതിനകത്ത് ഇടുക. 9 മാസം കഴിയുമ്പോൾ, കറക്റ്റ് 270 ദിവസം കഴിയുമ്പോൾ ഇതിന് ഇലക്ട്രോണിക് സ്പന്ദനമാണ് കൊടുക്കുന്നത്. വൈദ്യുതി ഉപയോഗിച്ചാണ് ഇതിന് ചൂട് കൊടുക്കുന്നത്. 9 മാസം കഴിയുമ്പോൾ ഇതിറക്കും. ഇത് ഈ കമ്പ്യൂട്ടർ യൂട്രസിനകത്ത് നിന്ന് എടുത്ത് ഇലക്ട്രോണിക് സ്പഞ്ചിങ് നടത്തി എടുക്കുമ്പം ഒരു കുഞ്ഞിനെ കിട്ടും. അതിന്റെ പേരാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. 2 എണ്ണത്തിനെ സൃഷ്ടിച്ച് കഴിഞ്ഞു. വെളിയിൽ കാണിക്കാൻ മേല. പണ്ട് കുറുക്കം പറഞ്ഞ പോലെ നാടല്ല സ്വന്തം, പകലിൽ നിന്ന് ഇറങ്ങി നടക്കാൻ മേലെ ഏറുകൊള്ളു. ഡോക്ടർ സേവേറിയൻ ആന്റണി, ക്രിസ്ത്യൻ ഡോക്ടറാ, ഇറ്റാലിയൻ ഡോക്ടർ, ആദ്യം ഒന്നിനെ സൃഷ്ടിച്ചു. പക്ഷെ അത് വെളിയിൽ കാണിക്കത്തില്ല.
അവർ പറയുന്നില്ലെങ്കിൽ എന്നെ മർമ്മം പറയാം. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ DNA കീറിയെടുത്തത് എന്ന അറിവ്. 290 ദിവസം കഴിഞ്ഞെല്ലാം ഒട്ടിച്ചപ്പോ കുഞ്ഞ് വെളിയിൽ വന്നു. പക്ഷെ കുഞ്ഞിനെ കണ്ടാൽ ഇത്രയേ ഉള്ളൂ, സ്വഭാവവും പെരുമാറ്റവും 30 വയസ്സിന്റെ സ്വഭാവവും പെരുമാറ്റവും. അല്ല, ഈത് കരയുന്ന സാധനമല്ല, 30 വയസ്സിന്റെ വിത്ത് പല്ല് സഹിതമാണ് വന്നിരിക്കുന്ന വെളിയിലോട്ട്. എന്റെ ഭാഷ പറഞ്ഞ സിഗരറ്റ് കൊടുത്ത അന്നേരം വലിക്കും. ദൈവമക്കളെ, സ്ത്രീയുടെ യാതൊരു സ്വഭാവമില്ലാത്ത പുരുഷനെ എന്തിന് സയൻസ് സൃഷ്ടിക്കുന്നു? സ്ത്രീയുടെ സ്വഭാവമുള്ളവനെ മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കാൻ ഒക്കത്തില്ല. സ്ത്രീയുടെ സ്വഭാവമുണ്ടെങ്കിൽ അധർമ്മമൂർത്തിയാകാൻ ഒക്കത്തില്ല. സ്ത്രീയുടെ സ്വഭാവമുണ്ടെങ്കിൽ ഞാൻ കൺവെൻഷൻ പറഞ്ഞ പോലെ അമ്മ മകനെ കല്യാണം കഴിക്കാൻ പറയാൻ ഒക്കത്തില്ല. സ്ത്രീയുടെ സ്വഭാവമുണ്ടെങ്കിൽ അപ്പൻ മകളെ ഭാര്യയാക്കാൻ പറയാൻ ഒക്കത്തില്ല. സ്ത്രീത്വം അതിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനൊരു മ്ലേച്ഛത വരണമെങ്കിൽ എന്തിന് ഈ ലോകത്തിലെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? അല്ല, അധർമ്മമൂർത്തി വെളിപ്പെടണം. ഇനിയും അടുത്തത് കേട്ടോണം. അത് അനൗദ്യോഗികമായിട്ട് ഞാൻ അറിഞ്ഞതാ, ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എല്ലാ കാര്യങ്ങളും വെളിയിൽ അവർ തരികയല്ലോ. ഏറ്റവും മിടുക്കാൻ ഒരു പുരുഷൻ അവർക്ക് വേണം. എന്തിനാ? ഈ സെല്ലെടുക്കാൻ. അവർ ലോകത്തിൽ അവർക്ക് വേണ്ടുന്ന മിടുക്കൻ, കഴിവുള്ളവൻ, തന്റേടി, രക്തം കണ്ടാ പേടിക്കാത്തവൻ, ഒരു കാര്യം തീരുമാനിച്ചാൽ പുറകോട്ട് ഓടാത്തവൻ, മിടുക്കൻ, ബുദ്ധിമാൻ, കഴിവ്, ഇതെല്ലാം കൂടെ ചേർന്ന് വേണം. എല്ലാം നമ്മളൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീർത്താ എത്ര കാര്യം നോക്കൂല്ലേ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ബിഷോപ്പൻട്രിക്കൽ ഒരു അദ്ദേഹത്തിന്റെ സഭയിലെ ഏറ്റവും കൂടിയ ആളി എന്ന് പറഞ്ഞു, തിരുമേനി എന്റെ മോൻ പ്രായപൂർത്തിയായിരിക്കുക, തിരുമേനി പറയുന്ന പെണ്ണിനെ എന്റെ മകൻ കല്യാണം കഴിക്കത്തുള്ളൂ. പുള്ളി അങ്ങ് അതിശയിച്ചു. അപ്പൊ എന്നാ നിങ്ങളുടെ ഡിമാൻഡ് എന്നാ? അപ്പൊ പുള്ളി പറഞ്ഞു, കേട്ടോണം, പുള്ളി എന്റെ മോനെ വയസ്സ് 26 കൃത്യം 5 വയസ്സ് കുറഞ്ഞ് 21 വയസ്സുള്ള പെണ്ണിനെ വേണം. ഉടനെ പുള്ളി അത് എഴുതിയ ഇനി വല്ലതും ഉണ്ട്. പിന്നെ തിരുമേനി എന്റെ മകനെ കണ്ട എന്നെ സുന്ദരൻ അറിയരുത്, തിരുമേനി കണ്ടിട്ടില്ലേ ഞങ്ങളുടെ പള്ളി വന്നപ്പോ, അതുപോലൊരു സുന്ദരി പെണ്ണിനെ വേണം. പുള്ളി അത് എഴുതി വെച്ചു. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്, എന്റെ ചെറുക്കൻ എന്റെ മകൻ എന്നാ നല്ല സ്വഭാവമാണ്, അതുപോലൊരു പെണ്ണിനെ വേണം, ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കരുത്. ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്, തിരുമേനി ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ അറിയാമല്ലോ, അപ്പൊ അതിന്റെ അക്കൗണ്ടിൽ ചില പൈസ ഇവിടെ തരുന്നത് വേണം. അപ്പൊ തിരുവേനിങ്ങിന്റെ ഇനി വല്ലതും ഉണ്ടോ? ഉണ്ട്, എന്റെ മോൻ MSc-കാരൻ, അപ്പൊ ഒരു BSc-കാരൻ ഈ പെണ്ണയിലും വേണം. അപ്പൊ ഇനി വല്ലതും ഉണ്ട്, ഞങ്ങൾ നല്ല കുടുംബക്കാരാ, അതുപോലൊരു കുടുംബക്കാരത്തി പെണ്ണ് വേണം. ഇനി വല്ലതും ഉണ്ടോ? ഇല്ല. അന്നേരം തിരുവേനി ഇതെല്ലാം എഴുതിച്ച് പറയടൂ, അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുമായിരുന്ന ഞാൻ ഈ കുപ്പായ ഇടുകയല്ല. എന്നാ പറഞ്ഞതായിട്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് മനസ്സിലായോ? എന്ന് ഇവര് നോക്കുന്നത് മിടുക്കൻ, തന്റേടി, ഇനിയുള്ള ലോകത്ത് ജീവിക്കാൻ, രക്തം കണ്ട പേടിക്കാത്തവൻ, പുറകോട്ടോടാത്തവൻ, തലേവല്ലോ ഉള്ളവൻ, ബുദ്ധിമാൻ. കേൾക്കണമോ? അനൗദ്യോഗിക അറിയിപ്പാ. 1500 ജാതികളെ അവർ പരിശോധിച്ചു കിട്ടാൻ ഫോർമാറ്റ്. കർത്താവിന്റെ വലിയ കൃപ, ഫസ്റ്റ് റൗണ്ട് മലയാളി ഔട്ട്. മലയാളി ഔട്ട്. എന്നാൽ അവർക്കൊരാളെ കിട്ടിയെന്നാണ് എന്റെ അറിവ്. വചനവുമായിട്ട് ചേർന്ന് വരുന്ന കണ്ടോണം. ബുദ്ധിമാൻ, കഴിവുള്ളവൻ, ഒരു കാര്യം വിചാരിച്ചാൽ സാധിച്ചേ അടങ്ങൂ, പുറകോട്ടോടാത്തവൻ. ആരാന്നറിയാമോ? പറഞ്ഞു കഴിഞ്ഞു. ആരാ? യെസ്, യഹൂദൻ. നിങ്ങളൊരു വാക്യം വായിച്ചേ. ഇതിനെ മുന്നറിയിപ്പുണ്ട്. യാക്കോബ് മക്കളുമായി ഈജിപ്തിൽ ചെന്നു, വാർദ്ധക്യമായി മരിക്കാറായപ്പോൾ മക്കളെയൊക്കെ അനുഗ്രഹിച്ചവരുടെ ഭാവി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിച്ചാൽ കാണാം. മക്കളുടെ ഭാവി പറയുക. 10-ാം വാക്യം വായിച്ചേ. അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. യെസ്, യഹൂദേ. മക്കളെ അവരെല്ലാം ആട്ടിടയന്മാരാ, പക്ഷേ അവരെ വിളിച്ചിട്ട് പുള്ളി പ്രവചന ഭാഷയിൽ അദ്ദേഹം പറയുക, യഹൂദേ മോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്താ? നിന്റെ തലമുറയിൽ നിന്നും രാജാവ് വരും. ഇവരൊക്കെ മെറി ഷെപ്പേഴ്സ് ആ സമയം, ഗോപാലകന്മാർ. പക്ഷെ പ്രവചിച്ചു പറഞ്ഞു, യഹൂദേ നിന്റെ തലമുറയിൽ ആര് വരും? ആരാ രാജാവേ? യഹൂദ ഗോത്രത്തിലെ സിംഹം, രാജാക്കന്മാരുടെ രാജാവായ കർത്താവായ യേശു നിന്റെ ജനത്തിന്റെ തലമുറയിൽ ജനിക്കും, നിന്റെ വംശത്തിൽ ജനിക്കും. അതേ പ്രവചന ഭാഷയിൽ പറഞ്ഞ അടുത്ത വാക്യം ഉറക്കെ വായിക്കണം. 17-ാമത്തെ വാക്യം വായിക്കാം. താൻ വഴിയിൽ ഒരു പാമ്പും, ദാനേ, എടാ കുഞ്ഞെ, നിന്റെ തലമുറയിൽ നിന്റെ ഇനത്തിൽ നിന്നും പാമ്പ് വരും.
നിന്റെ ഇനത്തിൽ നിന്നും സർപ്പം വരും. അപ്പോൾ എതിർ ക്രിസ്തു ദാൻ ഗോത്രക്കാരൻ. ബൈബിള് വീട്ടിൽ പോയി വായിച്ചോണം. 12 ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വീതം മഹോപദ്രവത്തിൽ സീലടിക്കും. വെളിപ്പാട് 7. ദാൻ ഗോത്രം ഇല്ല, അവരെ എക്സംഷൻ. അപ്പോൾ ദാൻ ഗോത്രക്കാരനായിരിക്കും. തീർന്നില്ല. ദാനിയേൽ 11-12 വായിക്കുമ്പോൾ കാണാം, വടക്കേ രാജാവേ തെക്കേ രാജാവേ. വടക്കേ രാജാവേ സിറിയക്കാരൻ, തെക്കേ രാജാവേ ഈജിപ്തുകാരൻ. പലസ്തീന്റെ വടക്കും തെക്കുവ. അതിൽ 34-ാമത്തെ വാക്യത്തിൽ കാണാം, വടക്കേ രാജാവ് തെക്കോട്ട് വരും, അവൻ ദേവാദിദേവനെതിരായി പറയും. അപ്പോൾ ഒരു സിറിയൻ ജൂവിന്റെ DNA എടുക്കും. DNA എടുത്തിട്ട് പുരുഷന്റെ സമ്പർക്കമില്ലാതെ സൃഷ്ടിക്കും. ഒരു സയന്റിഫിക്കൽ സൃഷ്ടി. അതിനായിരിക്കും സാധ്യത. ഈ വചനപ്രകാരം വരണമെങ്കിൽ അതിനായിരിക്കും സാധ്യത. കാരണം സ്ത്രീയുടെ ക്യാരക്ടർ പാടില്ല. മ്ലേച്ഛത പ്രവർത്തിപ്പിക്കുന്ന ഒരു രാജാവായിട്ട് വരണമെങ്കിൽ ഒരമ്മ പ്രസവിച്ചാൽ അമ്മയുടെ സ്വഭാവങ്ങളെല്ലാം കാണും. അതാ 50-50. അതില്ലാത്ത ഒരുവൻ വരുമ്പോൾ ഈ ലോകം വരും, ഈ ലോകം അവന്റെ കീഴിലിരിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ പേരാണ് സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ. എന്തിന് സയൻസ് ഇത് ചെയ്യുന്നു? ലോകത്തിൽ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിവില്ലേ? ഇതാണ് വചന നിവൃത്തി. ലോകത്തിൽ ത്വരിതഗതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം വചനപ്രകാരം ഒരു മത നേതാവോ രാഷ്ട്രീയ നേതാവോ ഒന്നും ആകാൻ ഒക്കത്തിൽ. ഈ ക്യാരക്ടറുള്ള ഒരുത്തനായിരിക്കും. അങ്ങനെ ഒരുത്തനതാ സയൻസ് വളരെ ശക്തിയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ സേവേറിയൻ ആന്റണി ഒന്നിനെ സൃഷ്ടിച്ച് വെളിയിലിറക്കി ഇന്ന് വരെ ആരെയും കാണിച്ചിട്ടില്ല. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, പത്രസമ്മേളനത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എന്റെ സൃഷ്ടിക്ക് സ്ത്രീയുമായി യാതൊരു സാമ്യവുമില്ല. അത് അദ്ദേഹം പറഞ്ഞു. സ്ത്രീയുടെ യാതൊരു ഗുണമോ ശബ്ദമോ സ്വഭാവമോ പെരുമാറ്റമോ യാതൊന്നും എന്റെ സൃഷ്ടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുകയും, സ്ത്രീ സമ്പർക്കമില്ലാത്ത സ്ത്രീ പുരുഷ ഹല്ലേലൂയ ബന്ധമില്ലാത്ത ലൈംഗികമല്ലാത്ത മാർഗത്തിൽ ഒന്നിനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ അവൻ ആരോടും പ്രതിബദ്ധതയില്ല, ആരോടും ദയയില്ല. സന്മാർഗം എന്നാന്നറിയാൻ മേല. അമ്മ എന്ന് പറയുന്നത് നമുക്കുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരട്ടെ, ഒരു പ്രയാസം വരട്ടെ, ഒരു ഭാരം വരട്ടെ, ലോകത്തിൽ ഏത് കാലത്തും നോക്കിക്കേ, ഉടനെ നമ്മൾ പറയുന്ന അയ്യോ എന്റെ അത് അമ്മയമ്മേന്നാണോ? അമ്മേ. ഏത് ലോകത്തിൽ ഓ മൈ മാം, എന്റെ അമ്മേ. നമ്മുടെ മനസ്സിനകത്ത് നമ്മുടെ ജീവനകത്ത് രൂഢമൂലമായി കിടക്കുന്ന ഒരു വാക്ക അമ്മ. ആ മാതൃത്വത്തെ തകർത്തുകൊണ്ട്, ആ മാതൃത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു മിടുക്കന്റെ കോശത്തിൽ നിന്ന് നോക്കിയ കോശത്തിൽ നിന്നാ ഒരുത്തനെ എടുത്ത് വേറെ ഒരു മിടുക്കനെ അതിന്റെ കൂടെ ചേർത്തിട്ട് ഇത്ര പാടുപെട്ട് സൃഷ്ടിക്കുന്നത് എന്തിനാണ്? അതേ വചന നിവൃത്തി. മ്ലേച്ഛതയുടെ ചിറകിൽ ശൂന്യമാക്കുന്നവൻ വരാൻ, അധർമ്മമൂർത്തി വെളിപ്പെടാൻ, സമാധാനം എടുത്തു കളയുന്നവൻ വെളിപ്പെടാൻ, നിയമം മാറ്റുന്നവന്റെ 10ാമത്തെ രാജമുടി. മകൻ അമ്മയെ കല്യാണം കഴിക്കാനും അപ്പൻ മകളെ കല്യാണം കഴിക്കാനും ഒരു സിസ്റ്റം വെക്കാൻ വരണമെങ്കിൽ, ഒരു ഭരണാധികാരി വരണമെങ്കിൽ അവന് ഫാമിലി മോറാലിറ്റി ഇല്ലാത്തവനായിരിക്കണം. ഫാമിലി മോറാലിറ്റി ഉള്ളവൻ ഇതൊന്നും പറയാൻ ഒക്കത്തില്ല. എന്നാ ഞാൻ പറഞ്ഞത്, ലോകം കണ്ട ഏറ്റവും ഭയങ്കരന്മാരെന്ന് പറഞ്ഞ നീറോ ചക്രവർത്തിയും അഡോൾഫ് ഹിറ്റ്ലറുവാ. അതൊക്കെ ഓരോ അമ്മമാര് പ്രസവിച്ചവരാ. അതാണ് അവർക്ക് നിരാശയും ഭാരവും ഒക്കെ വന്നത്. ആ ക്യാരക്ടറാ. കാലം ഇവിടെ തീരുന്നു, നമ്മൾ സ്വർഗത്തിൽ പോവും. അപ്പോൾ ഇവൻ വെളിപ്പെടും. അവൻ വെളിപ്പെടണമെങ്കിൽ അവനോട് ഉണ്ടായിരിക്കണം. ആളുകളുണ്ടൊന്ന് വായിച്ച് 1 യോഹന്നാൻ 4:3 ആളുകളുണ്ട്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അടുത്ത വാക്യം, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ്. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത വാക്യം നോക്കിക്കേ. അത് ഇപ്പോൾ തന്നെ ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ വേൾഡ് എന്ന് അന്ന് പ്രവചന ഭാഷ പറഞ്ഞെങ്കിൽ ഈ ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞു. അവർ പരീക്ഷണം നടത്തി വിജയിച്ചു. ശാസ്ത്രലോകവും സമ്മതിച്ചു. ഞാൻ പേര് പറഞ്ഞില്ല, ഡോക്ടർ സേവേറിയൻ ആന്റണി, ഇറ്റലിയിലെ ഒരു ക്രിസ്ത്യൻ ഡോക്ടറാ. അദ്ദേഹമാണ് ആദ്യം ഈ പരിപാടി ചെയ്തത്. വേറെ പല രാജ്യങ്ങളും വളരെ വേഗത ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ഏറ്റവും വേഗം മിടുക്കൻ. അപ്പൊ കോമ്പറ്റീഷൻ, ബിസിനസ് കോമ്പറ്റീഷൻ. സേവേറിയൻ ആന്റണി ഒന്നിനെ സൃഷ്ടിച്ചാൽ യൂറോപ്പുകാർ ഇപ്പം വേറെ യൂറോപ്പുകാരെ അതിനേക്കാൾ നല്ലതിനു വേണ്ടി വളരെ ശ്രമിക്കുക. ഒരു മോഡൽ കാർ ഇറക്കുമ്പോൾ അതിനേക്കാൾ ബെറ്റർ അടുത്ത് ഇറക്കാൻ വേണ്ടി അടുത്ത കമ്പനിക്കാരെ ശ്രമിക്കുന്ന പോലെ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയേക്കാൾ നല്ലതെടുക്കാൻ. ഇപ്പോൾ ഈ പ്രശ്നം, എടുത്ത സെല്ല് 30കാരൻ്റെതാണെങ്കിൽ ഇവന്റെ ക്യാരക്ടർ 30കാരനാ. ഗർഭപാത്രത്തിൽ കിടന്നല്ലോ വളരുന്നത്. 30കാരന്റെ സെല്ലല്ലേ വികസിക്കുന്നത്.
നമ്മുടെ തമ്പുരാന്റെ പരിപാടി അങ്ങനെയല്ല, 30കാരന്റെ ബീജമാണ്. അപ്പോൾ ആ ബീജം വളരണം. നോക്കിക്കേ, വ്യത്യാസം കണ്ടോ? എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചപ്പോൾ വിട്ടിരിക്കുന്നവർക്കറിയാം, ഒന്നാമത്തേത് സൈഗോട്ട്, ഒന്നുമില്ല. 4-ാം ദിവസം ഫീറ്റസ്, അന്നേരം ഒന്നുമില്ല. അത് കഴിഞ്ഞ് വികസിക്കുക. 1-ാം ദിവസം സൈഗോട്ട്, എന്റെ അമ്മ എന്നെ അത് ഗർഭം ധരിച്ചപ്പോ, നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും 1-ാം ദിവസം സൈഗോട്ട്, 96 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫീറ്റസ്. അത് കഴിഞ്ഞപ്പോൾ ഈ ഫീറ്റസ് അങ്ങോട്ട് ഡെവലപ്പായി. അതാണ് എന്താണെന്നറിയാമോ? പ്ലാസന്ന, പുറന്തോടെ പ്ലാസന്ന, അകത്ത് ഞാൻ. 270 ദിവസം എടുത്ത് ഞാൻ ഈ ഷോപ്പിൽ ഇങ്ങോട്ട് വരാൻ. 4 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ ഹാർട്ട് ടിങ് ടിങ് അടിക്കാൻ തുടങ്ങി. അന്നേരം ഞാൻ പ്രൈസിലോടൊന്നും പറയുന്നില്ല, ടിൻ 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 അല്ലേ. അത് കഴിഞ്ഞ് 207 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈന്ന് കരഞ്ഞത്. സ്തോത്രം. ഇവന്റേത് അങ്ങനല്ല, ഇവന്റേത് ബീജമല്ല, കോശവാ. ഇറങ്ങുമ്പോഴേ അവൻ വേറെ പലതും ചോദിക്കും. എന്തിനാ? ഈ ലോകം തകർക്കാൻ ആള് വരുന്നു. ദൈവമക്കളെ കണ്ടെത്തിയ രക്ഷ എത്ര മഹത്വമാ. അതൊന്നും നമുക്കതാ വിഷയം. നമുക്കിത് ബാധകമല്ല. വി ആർ എക്സംപ്റ്റഡ് ഫ്രം ദിസ്. ഒരു ദൈവപൈതലിന് ബാധകമല്ല. നമ്മൾ മേളിൽ ചെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും, നിങ്ങളുടെ മതമോ സഭയോ ജാതിയോ ഭാഷയോ അല്ല, കാൽ പിടിച്ചാൻ പറയാം, ഒരൊഴിവുമില്ല. കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ശാന്തമായിട്ടൊന്ന് സമർപ്പിക്കണം. ഞാൻ ഒരു മതത്തെ ഒരു സഭയോ ഒന്നും വിമർശിക്കുകയല്ല. വിശുദ്ധ ജീവിതം നയിക്കണം. ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകും. അവന്റെ മണവാട്ടിയായിട്ട് മാറേണ്ട ഗതികേട് വരും. അതിനാൽ അതിനിടവരുത്തരുത്. ആളിങ്ങെത്തി. നാളെ നമ്മൾ ചിന്തിക്കും, അവന് 10 രാജമുടി. അന്ന് ഗണേശ പറഞ്ഞ സ്പീഡിൽ പറഞ്ഞു, അവന്റെ 21 ആഴ്ച സ്വർഗത്തിൽ നിന്ന് ഭൂമിക്കെട്ട്. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പിന്നെ എപ്പോൾ അവൻ വരും? ടൈമിങ്, കറക്റ്റ് ടൈം. ആണ്ടുമാസം തീയതിയില്ല, കറക്റ്റ് ടൈം. സന്തോഷത്തോടെ ഞാൻ അന്ന് പറഞ്ഞു, എന്നോട് പറയും, ഒരെണ്ണത്തിന് ഇതിനകത്തിരിക്കുന്ന പെട്ടി വേണ്ട. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ച് ധൈര്യത്തോടെ തെളിയിക്കാൻ പോവുക. പതിനെത്തിക്കൂടല്ല, എന്റെ ഒരു കഴിവിലുമല്ല. സമാധാനത്തോടെ പോകാം, കണ്ണുകളൊന്ന് അടയ്ക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് സമർപ്പിക്കാം. സോമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ, അധർമ്മമൂർത്തി വെളിപ്പെടാൻ പോകുന്നു. എന്നാൽ യേശുവിന്റെ രക്തവുമായി ബന്ധമുള്ള ഒറ്റ എണ്ണത്തിന് അവനെ കിട്ടത്തില്ല. ഈ കൃപ പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ദിസ് ഈസ് ഫോർ യുവർ ടൈം. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. യേശു വിളിക്കുന്ന മകനെ, മകളെ, നീ ഇവിടെ വന്നതല്ല, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇതൊന്ന് കേൾപ്പിക്കാൻ. തോമസ് മാമന്റെ മിടുക്കല്ല, കഴിവല്ല, ഒന്നും ധരിക്കരുത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പ്ലാന. സമർപ്പിക്കാത്തവരാരെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ അർത്ഥം നേടി ഗൾഫിൽ വന്ന പ്രിയമുള്ളവരെ, 1 മിനിറ്റ് നമുക്കത് സമർപ്പിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ണടയ്ക്കുക. 1 മിനിറ്റ് നിങ്ങൾ കര ഉയർത്തുക. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിബഡി? യെസ്. ഇനി ആരും ആരെയും നോക്കണ്ട, കർത്താവിന് കാണാനാ. ഉയർത്തിയ കരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഞാൻ പരിശുദ്ധാത്മാ പറഞ്ഞിട്ടാണ് ഞാൻ കര ഉയർത്താൻ പറയുന്നത്. ജീവിതത്തിൽ ദുഃഖത്തോടെ വന്ന ആരെങ്കിലും ഉണ്ടോ? ഭാരത്തോടെ വന്നവരുണ്ടോ? നിന്റെ ഭാരം തീർക്കാൻ എന്റെ യേശുവിടെ ഇറങ്ങിയിട്ടുണ്ട്. യേശുവിടെ നിന്നിട്ടുണ്ട്. സ്വർഗപിതാവേ, ഈ ഉയർത്തിയ കരങ്ങൾ അങ്ങ് കണ്ടു. അങ്ങയുടെ കരം ഇതിന്മേൽ വെക്കണം. പുതിയ കൃപ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനായി പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും.